ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ഫെബ്രുവരി മാസം 4-ാം തീയതി ബുധനാഴ്ച വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 62-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് 4 കാഹളങ്ങൾ ഊതുന്നതിനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. അതിൽ 4-ാമത്തെ കാഹളം ഊതുന്നവരെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു. അതിനുശേഷമായി ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാമത്തെ കാഹളം അത് ദൂതൻ ഊതുമ്പോൾ ഭൂമിയിൽ 1/3 വെന്തു പോകുന്നു, വിഷങ്ങളിൽ 1/3 വെന്തു പോകുന്നു, എല്ലാ പച്ചപ്പുല്ലും വെന്തു പോകുന്നു എന്നാണ് 1-ാമത്തെ കാഹളത്തിൽ സംഭവിക്കുന്നത്. 2-ാമത്തെ കാഹളം ഊതുന്നതോടുകൂടി സമുദ്രത്തിലെ വെള്ളത്തിൽ 1/3 രക്തമായിത്തീരുന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോകുന്നു. വൻമല പോലെ സമുദ്രത്തിൽ വന്നു പതിക്കുന്നതിൻ്റെ ആഘാതത്താൽപ്പെട്ട് കപ്പലുകളിൽ 1/3 നാശം ഭവിക്കുന്നു. അപ്പോൾ ഇതാണ് 2-ാമത്തെ ദൂതൻ ഊതുമ്പോൾ സംഭവിക്കുന്നത്. 3-ാമത്തെ ദൂതൻ ഊതുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്നത് ഒരു മഹാനക്ഷത്രമെന്ന പേരുള്ള ഒരു ദൂതൻ നീരുറവുകളിൽ മേൽ വന്ന് നദികളിൽ മേൽ നീരുറവുകളിൽ വന്ന് വീഴുന്നത് കൊണ്ട് നീരുറവുകൾ നദികളിൽ 1/3 വെള്ളം കയ്പായിത്തീരുന്നു. അത് കാഞ്ഞിരം എന്ന പേരുള്ള ഒരു നക്ഷത്രമാണ് അപ്രകാരം വന്ന് വീഴുന്നതെന്നാണ് 3-ാമത്തെ കാഹളത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. 4-ാമത്തെ കാഹളം ഊതുമ്പോൾ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയിൽ 1/3 ഉണ്ടാകുന്ന ബാധയെക്കുറിച്ചാണ് 4-ാമത്തെ ദൂതൻ ഊതുന്ന സംഭവത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ദൂതൻ ഊതുമ്പോൾ സൂര്യൻ കരിമടം പോലെ കറുത്തുപോയും ചന്ദ്രൻ രക്തതുല്യമായിത്തീരുകയും നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീണ് തുടങ്ങുകയുമാണ് ചെയ്യുന്നത്. അതിൻ്റെ അനന്തരഫലമാണ് 4-ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ഭൂമിയിൽ സംഭവിക്കാതെ നിമിത്തം 12 മണിക്കൂർ എന്നുള്ള ദിനരാത്രങ്ങളുടെ വ്യവസ്ഥ ഇന്നുള്ളത് മാറിപ്പോയിട്ട് 8 മണിക്കൂർ മാത്രം പകലും ബാക്കി 16 മണിക്കൂർ രാത്രിയുമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും. കഷ്ടരാത്രികൾ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം അക്ഷരാർത്ഥത്തിൽ ലോകത്തിൽ നിറവേറപ്പെടാൻ പോവുകയാണ്. അന്ന് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ മാത്രമാണ് കഷ്ടത രാത്രികൾ ദീർഘിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ലോകത്തിലുള്ള സകല മനുഷ്യരെയും ബാധിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ബാധ ഉണ്ടാകുന്ന നിമിത്തമായിട്ട് തീരുന്നത്. ഇപ്പോൾ ചന്ദ്രനിൽ അത് നിമിത്തമായിട്ട് കഷ്ടരാത്രികൾ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ നിയമങ്ങൾ, സമയത്തിൻ്റെ ക്രമീകരണങ്ങൾ ഇത് ക്രിസ്തുവാകുന്ന അന്നത്തെ ഭരണകർത്താവ് ചെയ്യുവാൻ ബാധ്യസ്ഥനായിത്തീരുന്നു. കാരണം സമയക്രമീകരണങ്ങൾ മാറ്റമുണ്ടാകും, വർക്കിംഗ് അവേഴ്സിനൊക്കെ മാറ്റമുണ്ടാകും. ഇന്നത്തെ പോലെ 12 മണിക്കൂറിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അത് 8 മണിക്കൂർ കുറവായിപ്പോൾ 4 മണിക്കൂർ മാറുന്നതിൻ്റെതായിട്ടുള്ള വ്യത്യസ്തത മുഖാന്തരമായിട്ടുള്ള മാറ്റങ്ങൾ ആഗോളതലത്തിലുണ്ടാകും എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ വായിക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ സമയത്ത് നിവൃത്തിയാകുക തന്നെ ചെയ്യും. എന്നാൽ അതിനുശേഷമായി 3 കാഹളങ്ങൾ 3 കഷ്ടങ്ങളാകുന്നു എന്നുള്ളത് വെളിപ്പാട് പുസ്തകം പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് കഷ്ടങ്ങളല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആയിരുന്നെങ്കിലും മനുഷ്യനെ നേരായ രീതിയിൽ അത് ബാധിക്കുന്ന 3 വലിയ കഷ്ടതകളെക്കുറിച്ചാണ് തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 കഷ്ടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ 5-ാമത്തെ ദൂതൻ ഊതുന്ന കാഹളനാദത്തെക്കുറിച്ചും 6-ാമത്തെ ദൂതൻ കാഹളനാദം ഊതുന്നതിനെക്കുറിച്ചും നമുക്ക് വ്യക്തമായി 2 കഷ്ടങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ 3-ാമത്തെ കഷ്ടം ഏതാകുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ വ്യാഖ്യാനിച്ച് കണ്ടെടുക്കേണ്ടത്, അഥവാ അന്വേഷിച്ച് വായിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് 3-ാമത്തെ കഷ്ടം ഏതാകുന്നു എന്നുള്ളത്. അങ്ങനെ മർമ്മമായിട്ട് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അന്വേഷണ ബുദ്ധിയോടുകൂടി ആഗ്രഹത്തോടുകൂടി ഈ പുസ്തകം വായിച്ചെങ്കിലേ ഇത് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ 3 കഷ്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് 5-ഉം 6-ഉം കാഹളങ്ങൾ ഊതുമ്പോൾ നമുക്കത്
രണ്ട് കഷ്ടങ്ങളെക്കുറിച്ച് മനസ്സിലാവും, ഒന്നും രണ്ടും കഷ്ടങ്ങൾ. എന്നാൽ മൂന്നാമത്തെ കഷ്ടം എവിടെയാണ് സംഭവിച്ചു തീർന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് എവിടെയായിരിക്കുന്നു എന്നുള്ള അന്വേഷണത്വരയോടുകൂടി അന്വേഷിച്ച് കണ്ടെത്തിയിട്ടാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ബാക്കിയുള്ള പുസ്തകം മുഴുവനും നിങ്ങൾ വായിച്ചാലും മൂന്നാമത്തെ കഷ്ടം കഴിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല, ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മൂന്നാമത്തെ കഷ്ടം കഴിഞ്ഞിട്ടില്ല എന്ന് പറയാത്തതിൻ്റെ കാരണം അത് വ്യാഖ്യാനിച്ച് കണ്ടെടുക്കേണ്ടത്, അഥവാ അത് ദൈവാത്മാവിൽ മനസ്സിലാക്കി എടുത്തിട്ട് വേണം മൂന്നാമത്തെ കഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. ഈ ഈ വചനത്തിൻ്റെ പ്രത്യേകത, എന്നാൽ മൂന്നാമത്തെ കഷ്ടം ഇതാണെന്ന് പറഞ്ഞ് എഴുതിയാൽ പോരെ, അങ്ങനെ എഴുതിയിട്ടില്ല. അത് നമ്മൾ ദൈവാത്മാവിൽ ധ്യാനിച്ച് ആഗ്രഹത്തോടെ ഇതെന്തായിരിക്കുന്നു കർത്താവ് എന്ന ചോദ്യത്തോടു കൂടി നാം വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒന്നും രണ്ടും കഷ്ടങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. മൂന്നാമത്തെ കഷ്ടം ഏതാണെന്നുള്ളതും വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രി നാം തുടർന്ന് ചിന്തിക്കുന്നത് ഈ 3 കാഹളങ്ങൾ നിമിത്തം ഭൂവാസികൾക്കുണ്ടാകുന്ന 3 കഷ്ടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പിനെക്കുറിച്ച് നമ്മളെ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഈ പുസ്തകം വാസ്തവത്തിൽ ഒരു മുന്നറിയിപ്പാണ്. ദൈവത്തെ വിട്ടകന്നു പോകുന്ന മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികമായി പഠിപ്പിക്കേണ്ടത് അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ, ഭൗതികമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ എന്തിനേക്കാൾ ഏറെയായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കേണ്ടത് ഭൂലോകത്തിന് വരാൻ പോകുന്ന വിഷയങ്ങളെ, മനുഷ്യരാശിക്ക് വരാൻ പോകുന്ന വലിയ വിപത്തുകളെ, കഷ്ടതകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ദൗത്യം ദൈവസഭയ്ക്കുണ്ട്. പക്ഷെ അതൊരിക്കലും മനുഷ്യനെ ഭയപ്പെടുത്താനോ ഭാരപ്പെടുത്താനോ വേദനപ്പെടുത്തുവാനോ അല്ല. അവന് വിടുതൽ ലഭിക്കാൻ വേണ്ടിയുള്ള സന്ദേശങ്ങളാണ് ഇനി അറിയിക്കേണ്ടത്. ഒരിക്കലും ഇതൊന്നും പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തി അവൻ്റെ ഉള്ള സ്വബോധം കൂടി നഷ്ടപ്പെടുത്തി കളയുകയല്ല ചെയ്യേണ്ടത്. ഇന്നത് സംഭവിക്കും എന്നുള്ളത് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെയും പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകളെല്ലാം അതതിൻ്റെ സമയത്ത് പൂർത്തീകരിക്കപ്പെട്ടതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഭാവി കാലത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അത് നിറവേറപ്പെടാനുള്ളതെന്നുള്ളത് നമ്മൾ ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, സ്നേഹത്തോടെ പറഞ്ഞ് മനുഷ്യവംശത്തെ ഈ ദിവസങ്ങളിൽ ബോധവൽക്കരിക്കേണ്ട ദൗത്യം പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് തന്നു. നാം ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരെ പരിഹസിക്കുകയോ നമുക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടെന്നും മറ്റുള്ള അങ്ങനെ ഒരു രീതിയിലല്ല സുവിശേഷം അറിയിക്കേണ്ടത്. കൃപയാൽ നമ്മൾ ഇതിനകത്ത് വന്നു, ഇന്നതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതിനുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദൈവമായ കർത്താവ് രേഖപ്പെടുത്തി. അപ്പോൾ ലോകത്തിൽ പുരാതന ലോകത്തിൻ്റെ അവസാന സമയത്തും നോഹ ഒരിക്കലും പരിഹാസത്തോടെയല്ല ജനത്തോട് സംസാരിച്ചത്. ദൈവം സംസാരിച്ചു, അവരതിനെ ഉൾക്കൊണ്ടില്ല, അവർ നാശത്തിലേക്ക് പോയി. അപ്പോൾ ലോകാവസാനത്തിൻ്റെ സംഭവം പോലുള്ള നോഹയുടെ കാലം പോലുള്ള കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ സ്നേഹത്തോടെ മനുഷ്യരോട് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ അല്ലെങ്കിൽ ആപത്തുകളെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുകയാണ് ദൈവസഭകൾ ചെയ്യേണ്ടത്. ഒരിക്കലും പരിഹാസ രൂപത്തിലോ മറ്റുള്ളവർ വിമർശിച്ചുകൊണ്ടോ ഒന്നും ആകരുത് നമ്മുടെ ദൈവന ശുശ്രൂഷകളെ നിർവഹിക്കേണ്ടത് എന്നുള്ളതും പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയോടും തികഞ്ഞ സ്നേഹത്തോടും കൂടി വേണം സുവിശേഷം അറിയിക്കാനായിട്ട്. ഒരിക്കലും പരിഹാസ രൂപേണ സുവിശേഷം അറിയിക്കാൻ പാടില്ല. അത് സ്നേഹത്തിലാണ് സത്യം സംസാരിക്കേണ്ടത്. നാം ഒരിക്കലും വിമർശനാത്മാവിലോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയോ കൊണ്ടല്ല പറയേണ്ടത്. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നാം ഭയപ്പെടുകയും ദൈവഭയത്തിൽ ഇത് സംഭവിക്കുന്നുള്ളത് അറിയുകയും ഇത് കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ എടുക്കപ്പെടുമെന്നുള്ള ഒരു പ്രത്യാശയോടെ നാം ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ വരാൻ പോകുന്ന തലമുറയോട് ഇത് സംഭവിക്കും എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കണം എന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകളാണ് വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഭാവി ലോകത്തിൻ്റെ യാത്രയിലേക്ക് തുടർന്നുള്ള ലോക മനുഷ്യരുടെ യാത്രയിലെ ദിശാ ബോർഡുകളാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും. അത് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ ദൂരെ യാത്ര ചെയ്യുമ്പോൾ ഓരോ ബോർഡുകൾ വെച്ചിരിക്കുന്ന പോലെ, ഓരോ ബോർഡുകൾ പോലെ മുന്നറിയിപ്പുകളായിട്ടാണ് ഈ പറയുന്ന
ഓരോ ദൂതുകളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിയേണ്ട സമയത്ത് കഴിഞ്ഞു പോകും. അതിൽ പെട്ടുപോകുന്നവർ പെട്ടുപോകും. എന്നാൽ മാനസാന്തരപ്പെടുന്നവർക്ക് അതിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളതും ഈ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ 8-ാം അധ്യായം 13 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. 3 കഷ്ടങ്ങൾ വരാൻ പോകുന്നു എന്ന ഒരു ദൂതൻ, കഴുകെന്ന് പറയുമ്പോൾ ദൂതൻ അറിയിക്കുന്ന ഒരു ദൂതനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദൂതന്മാരെ കഴുകെന്ന പേരിലും നക്ഷത്രം എന്ന രീതിയിലൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കഴുക് കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദമായി ഭൂവാസികൾ കഷ്ടം കഷ്ടം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യയെ പറക്കുന്ന ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏതാണ് ഈ കാഹളം ഊതുന്ന 3 കാഹളം ഊതുന്ന 3 ദൂതന്മാരുടെ കാഹളനാദ ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് പറയുമ്പോൾ കാലം ഇനി ബാക്കി എത്രയുണ്ടെന്നുള്ളതും കൂടി നമ്മൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എത്ര വർഷം പിന്നിട്ട് കഴിയുമ്പോഴാണ് ഈ പറയുന്ന 5-ാമത്തെ ദൂതൻ കാഹളം ഊതുന്നത്, അഥവാ എതിർക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിച്ച ശേഷം എത്ര മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ പറയുന്ന ദൂതൻ പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ കഷ്ടം ലോകത്തിൽ വരുന്നത് എന്നുള്ളതും നമുക്ക് വചന പഠനത്തിൽ നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ വെളിപ്പാട് പുസ്തകം എഴുതിയപ്പോൾ അന്ന് അതിൻ്റെ കാലഗതികളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ പരിശുദ്ധന്മാർ അതേക്കുറിച്ചുള്ള ഒരു പ്രകാശം തന്നുകൊണ്ടാണ് ഞാനിപ്പോൾ അതുകൂടി മനസ്സിലാക്കി പഠിപ്പിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ 9-ാം അധ്യായം മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നത്. 5-ാം കാഹളം 1-ാമത്തെ കഷ്ടമാണ്. അത് 5 മാസത്തേക്കുള്ള ദണ്ഡനമാണ്. 5 മാസത്തേക്കുള്ള ദണ്ഡനം എന്ന് പറയുമ്പോൾ 9-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതേക്കുറിച്ച് ഒരുപാട് മിസ്ഇൻ്റർപ്രിട്ടേഷൻ, ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും വ്യാഖ്യാനിക്കാനുള്ളതല്ല വചന പഠനം. അത് വ്യാഖ്യാനിക്കേണ്ട രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതല്ലാതെ എന്തെങ്കിലും ഫൈറ്റർ എയർക്രാഫ്റ്റുകളോ മറ്റുള്ള വിഷയങ്ങളോ ആയിട്ടൊന്നും ചിന്തിച്ച് പോകേണ്ടത് ആവശ്യമില്ല എന്നുള്ളതും ഇന്ന് രാത്രി പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ കൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അപ്പോൾ അടയപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അഗാധ കൂപം. അത് ഭൂമിക്കടിയിലുള്ള സ്ഥലമാണ്. അപ്പോൾ അഗാധ കൂപം അടഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ അതിന് ഒരു അധികാരമുള്ള ഒരു ദൂതൻ ആകാശത്തിൽ നിന്ന് വീണ് കിടക്കുന്നവ നിലത്തേക്ക് ഭൂമിയിൽ വന്നു. അവന് ഒരു താക്കോൽ ലഭിക്കുന്നതായിട്ടും കണ്ടു. 5-ാം ദൂതൻ കാഹളം ഊതുമ്പോൾ അഗാധ കൂപമാണ് തുറക്കപ്പെടുന്നത്. ഇത് 1000 ആണ്ടത്തേക്ക് സാത്താനെ ബന്ധിച്ചിടുന്ന അഗാധമെന്ന സ്ഥലമല്ല. അഗാധവും അഗാധ കൂപവും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒന്നാണെന്നുള്ള രീതിയിൽ പഠിക്കാൻ പാടില്ല. ഇപ്പോൾ സാത്താനെ ബന്ധിച്ചിടുന്ന സ്ഥലമല്ല അഗാധം, അത് തുറന്നു കിടക്കുന്ന സ്ഥലമാണ്. അഗാധം തുറക്കുകയാണ്, അത് അടയ്ക്കുകയാണ് ചെയ്യുന്നെങ്കിൽ അഗാധ കൂപം തുറക്കുകയാണ് ചെയ്യുന്നത്. അഗാധ കൂപം തുറന്നു കിടക്കുന്നതല്ല, അടഞ്ഞു കിടക്കുന്നതാണ്. എന്നാൽ അഗാധ കൂപം അടഞ്ഞു കിടക്കുന്നതാണ്, തുറക്കാനുള്ളതാണെങ്കിൽ അഗാധം എന്നുള്ളത് സാത്താൻ്റെ ഇരിപ്പിടമാണ്, അത് തുറന്നു കിടക്കുന്നിടമാണ്. എന്നാൽ അവനെ വീട്ടുതടങ്കിലാക്കി അടയ്ക്കുകയാണ് അഗാധത്തിൽ പൂട്ടുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്നാണെന്നുള്ള ധാരണയിൽ നമ്മളൊരിക്കലും ചിന്തിച്ച് വയ്ക്കുവാൻ പാടില്ല. അപ്പോൾ അഗാധ കൂപമാണ് ദൂതൻ താക്കോൽ ഉപയോഗിച്ച് തുറക്കുന്നത്. ഭൂമിയുടെ അതോ ഭാഗങ്ങളിലുള്ള 4 പ്രത്യേക സ്ഥലങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ 4 താക്കോലുകളോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഉള്ള വിശദീകരണം ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ലെങ്കിലും 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. 1, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ. 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അതിൻ്റെ അർത്ഥം മരണമാകുന്ന നരകം സ്ഥലമാണ്. മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മരണം, വെളിപ്പാട് പുസ്തകത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് മരണം എന്നുള്ളത് നരകത്തെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നരകത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ദൈവത്തിൻ്റെ കൈവശമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ക്രിസ്തു യേശുവിൻ്റെ അധീനതയിലാണ് പാതാളത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോൽ അവൻ്റെ കൈവശമാണ്. കാരണം അവരെ ശിക്ഷിക്കേണ്ട സമയത്ത് അവരെ ശിക്ഷിക്കാൻ വേണ്ടി കർത്താവ് പറയുമ്പോൾ മാത്രമേ ഇവിടെയുള്ള ഒരു വെളി വരികയുള്ളൂ.
അതാണ് എൻ്റെ അധികാരത്തെയാണ് വെളിപ്പെടുന്നത്. അല്ലാതെ ഇത് അടച്ചു വെച്ചിരിക്കുന്ന താക്കോൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റൂമിൻ്റെ താക്കോൽ യേശുവിനെ കയ്യിരിക്കുന്നതിനല്ല എൻ്റെ അർത്ഥം വെച്ചിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നതിന് ശേഷമായി ക്രിസ്തു യേശുവിനാണ് ന്യായവിധിയുടെ അധികാരമുള്ളത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വാക്കിനാലാണ് മരണത്തിലും പാതാളത്തിലുമുള്ളവർ, അഥവാ നരകത്തിലും പാതാളത്തിലുമുള്ളവർ നിത്യ ന്യായവിധിക്ക് വേണ്ടി ഒടുക്കത്തെ നാളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിൻ്റെ അധികാരം യേശുവിൽ ആണ് ഉള്ളതെന്ന് വെളിപ്പെടുത്താനാണ് കർത്താവ് പറഞ്ഞത്, മരണത്തിൻ്റെയും അഥവാ നരകത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം. ഇതിന് ഒരിക്കലും യേശു ക്രിസ്തു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും നാഥനാകുന്ന ഒന്നല്ല. പലപ്പോഴും പലരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത് വലിയൊരു തെറ്റായിട്ടുള്ളതാണ്. യേശു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും നാഥനല്ല യേശു. ഒരിക്കലും താക്കോലിരിക്കുന്നതുകൊണ്ട് അവനതിൻ്റെ അധികാരിയുമല്ല. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും അധികാരിയല്ല യേശു. മരണത്തെയും പാതാളത്തിൻ്റെയും അധികാരി സാത്താനാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. മരണത്തിൻ്റെയും അഥവാ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ, അപ്പോൾ മരിച്ചു പോകുന്ന മരണത്തിന് നരകത്തിലുള്ളവരുടെയും പാതാളത്തിൽ. അപ്പോൾ ഇത് ദൈവത്തിന് മരിച്ചവരാണ്, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നവരാണ് ഈ പറയുന്ന നരകത്തിലും പാതാളത്തിലും. അതുകൊണ്ടാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ. ഇപ്പം തെറ്റായി ചിന്തിക്കരുത്, ഇതൊരു താക്കോല് കർത്താവിൻ്റെ കൈവശമുണ്ടെന്നോ കർത്താവ് പറയുമ്പോൾ അത് തുറക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെ മനസ്സിലായല്ലോ. നരകത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ, മരണത്തിൻ്റെയും പാതാള താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്നതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവാണ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ന്യായവിധിയുടെ അധികാരം മുഴുവൻ കർത്താവിന് ഉള്ളതുകൊണ്ട് അവൻ്റെ വാക്കിനാൽ മാത്രമേ ഇവിടേക്ക് പ്രവേശിക്കപ്പെടുന്നവർ വെളിയിൽ വരികയുള്ളൂ എന്നാണ് അവർ വരുന്നത്. അതുവഴി അവർ അവർ വിചാരണ തടവുകാരായി നരകത്തിലും പാതാളത്തിലും മൗനതയിലായിരിക്കും, അവിടെ കഠിന മൗനതയിൽ കിടക്കുന്നവരായിരിക്കും. ഇവരെ വെളിയിൽ കൊണ്ടുവരുന്നത് കുഞ്ഞാടിൻ്റെ ശബ്ദം കൊണ്ടാണ്. അധികാരത്തെയാണ് താക്കോൽ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതല്ലാതെ ഇതൊരു സ്ഥലമായിട്ട് ഇത് പൂട്ടിക്കെട്ടി കർത്താവിൻ്റെ താക്കോലുമായിട്ടിരിക്കുന്ന ആരും ചിന്തിക്കരുത്. അവൻ്റെ നാവിൻ്റെ മേലാണ് അധികാരം ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ നാവിന്മേൽ ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരമുണ്ട്, അല്ലേ? നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അധികാരം ദൈവം നാവിന്മേൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജീവന് വേണ്ടി യേശുവിനെ സ്വീകരിച്ചാൽ ജീവിക്കപ്പെടുന്നു, തള്ളിക്കളഞ്ഞാൽ മരണത്തിലേക്ക് പോകുന്നു. അതുള്ള അധികാരം ദൈവം നമ്മുടെ നാവിന്മേൽ തന്നു. അപ്പോൾ എന്നാൽ ക്രിസ്തുയേശുവിലുള്ള അധികാരം എന്നുള്ളത് ഇവിടെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വിചാരണ തടവുകാരായിരിക്കുന്നവരെ മുഴുവനും അവരെ അന്ത്യന്യായവിധിയുള്ള ബന്ധത്തിൽ അവരെ ഒടുക്കത്തെ നാളിൽ കൊണ്ടുവരുന്നത് കർത്താവിൻ്റെ വാക്കിനാലാണ്. ഇവിടെ മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്ന് ദൈവം ആജ്ഞാപിക്കുമ്പോൾ മണ്ണിൽ മറഞ്ഞുപോയ, അതിന് മുമ്പ് പുനരുത്ഥാനം പ്രാപിക്കാത്ത സകല മനുഷ്യരും മടങ്ങി വരും. 90 സംഖ്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. മണ്ണിൽ മറഞ്ഞുപോയ മനുഷ്യരെ മുഴുവനും വിളിച്ചു വരുത്താനുള്ള അധികാരം യേശുവിൻ്റെ വചനത്തിനാണുള്ളത്. അതുകൊണ്ടാണ് ലാസറിനെ മരണത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന അധികാരം യേശുവോട് വെളിപ്പെടുത്തുവാൻ കർത്താവ് പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പോൾ ക്രിസ്തു യേശു മുഖാന്തരം പുനരുത്ഥാനം ജീവനുമുണ്ട്. എന്നാൽ എല്ലാവരും പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ ജീവന് വേണ്ടിയല്ല. അത് നരകത്തിലും പാതാളത്തിലും ഉള്ളവർ അത് പുനരുത്ഥാനം പ്രാപിക്കും. പക്ഷെ അവർ ജീവന് വേണ്ടിയല്ല, അവർ നിത്യ നരകാഗ്നിയിലേക്ക് നിത്യമരണത്തിലേക്ക് അകപ്പെടാനുള്ളതാണ്. അതാണ് ക്രിസ്തു യേശുവിൻ്റെ കയ്യിലുള്ള താക്കോൽ. മൂന്നാമത്തെ താക്കോലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അഗാധകൂപത്തിൻ്റെ താക്കോലാണ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഗാധകൂപത്തിൻ്റെ താക്കോൽ സ്വർഗീയ ദൂതനാണ് ലഭിക്കുന്നത്. ഈ ദൂതൻ ഈ താക്കോൽ ഉപയോഗിച്ചാണ് അടയപ്പെട്ട് കിടക്കുന്ന അഗാധകൂപം തുറക്കുന്നത്. അവിടെ നിന്നാണ് വിചിത്ര ജീവികളായിരിക്കുന്ന വെട്ടിക്കിളികൾക്ക് സമാനമായ ജീവികൾ പുറപ്പെടുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 3 താക്കോലുകൾ മനസ്സിലായി. പിന്നീട് അഗാധത്തിൻ്റെ താക്കോലിനെ കുറിച്ച് 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞു. ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അധോഭാഗത്തുള്ള 4 സ്ഥലങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ താക്കോലുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ, അഥവാ നരകത്തിൻ്റെയും പാതാളത്തിൻ്റെയും അധികാരം യേശു ക്രിസ്തുവിലാണ്. അവിടെ ഒരു ദൂതനുമല്ല അധികാരമുള്ളത്. അത് അവിടെ പ്രവേശിക്കുന്ന ഒരാളെ പോലും മടക്കിക്കൊണ്ടുവരാനോ തിരിച്ചു കൊണ്ടുവരാനോ ഒന്നും അധികാരം ദൂതന്മാർക്കില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ലാസറിനെ വിളിച്ചു വരുത്തിയത്. അവൻ പറയാതെ ഒരു മനുഷ്യൻ പോലും
മണ്ണിലുറങ്ങുന്ന ഒരുവൻ പോലും വെളി വരത്തില്ല. അതുകൊണ്ട് ആ അധികാരം ക്രിസ്തുയേശുവിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ദൈവം ആരാണ് എന്നുള്ള ഒരു വലിയ ചിന്തയും നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആരാണ്? ഇന്ന് ഒരുപക്ഷെ യേശു എന്ന പേരിൻ്റെ രണ്ടക്ഷരത്തിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ കാര്യമല്ല ക്രിസ്തു യേശു എന്നുള്ളത്. ലോകത്തിൽ മരിച്ചുപോയ സകല മനുഷ്യരെക്കുറിച്ചുമുള്ള അധികാരം യേശുവിൻ്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ആരൊക്കെ നരകത്തിൽ പോകുന്നുവോ, ആരൊക്കെ പാതാളത്തിൽ പോകുന്നുവോ, അവരെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നതിന് മുമ്പ് വിളിച്ചു വരുത്താനുള്ള അധികാരവും യേശുവിൻ്റെ വാക്കിലാണ് ഉള്ളത്. അഗാധത്തിൻ്റെ താക്കോൽ, അഗാധകൂപത്തിൻ്റെ താക്കോൽ ദൂതൻ്റെ കയ്യിലാണ്. അഗാധത്തിൻ്റെ താക്കോലും ദൂതൻ്റെ കൈവശമാണ്. 20-ാം അധ്യായം 1-ാം വാക്യം. ഇത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് അഗാധത്ത് നിന്നും ആണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നു. ആഴം, അഗാധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അഗാധം എന്ന ഈ പ്രത്യേക സ്ഥലം തുറക്കപ്പെട്ട് കിടക്കുകയാണ്. അത് അടഞ്ഞു കിടക്കുന്ന സ്ഥലമല്ല. സ്വർഗദൂതൻ്റെ കൈവശമുള്ള താക്കോൽ കൊണ്ട് അഗാധം അടച്ചുപൂട്ടുകയാണ് ചെയ്യുന്നത്. 20-ാം അധ്യായം 3-ാം വാക്യം. ഈ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് രണ്ടും ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്, അഥവാ ഈ അഗാധ കൂപം തുറക്കുകയാണെങ്കിൽ അഗാധം അടച്ചുപൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളായതുകൊണ്ടാണ് രണ്ട് വ്യത്യസ്ത താക്കോലുകൾ അധികാരം ഉപയോഗിക്കുന്നത്. ഒരു ദൂതൻ അഗാധകൂപം തുറക്കുകയാണെങ്കിൽ മറ്റൊരു ദൂതൻ സാത്താനെ അവിടെയാക്കി അഗാധം അടച്ചുപൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനർത്ഥം അഗാധം എന്ന സ്ഥലം തുറന്നു കിടക്കുന്ന സ്ഥലമാണ്. ഇതെവിടാണ് എന്ന് ചോദിച്ചാൽ അധമപാതാളമാകുന്ന നരകത്തിനും നരകമാകുന്ന മരണത്തിനും ഇടയിലുള്ള സ്ഥലമാണ് അഗാധം. അതേക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നു. അഥവാ അഗാധത്തിലുള്ള അധമപാതാളത്തിനും നരകത്തിനും ഇടയിലുള്ള സ്ഥലമാണ് സാത്താൻ്റെ ഇരിപ്പിടം. അതാണ് അഗാധം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറാനും ഇറങ്ങാനുമുള്ള സ്വാതന്ത്ര്യം ദൈവന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്നാൽ ഇതിന് ശേഷമായിട്ട് അവിടെ 1000 ആണ്ടേക്ക് അവൻ എവിടെയാണോ അവൻ്റെ വാസസ്ഥലമുള്ളത് അവിടം അവനെ വീട്ടുതടങ്കിലാക്കി അടച്ചുപൂട്ടുകയാണ് കർത്താവ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പായി ചെയ്യുന്നത്. അപ്പോൾ 4 സ്ഥലങ്ങൾ, 4 താക്കോലുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എന്ന് ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ അത് അവൻ്റെ അധികാരത്തിന് കീഴിലാണ് ഇരിക്കുന്നുള്ളതാണ്. അഗാധ ഗോപുരത്തിൻ്റെ താക്കോൽ അത് തുറക്കുകയാണ് ചെയ്യുന്നത്, അഗാധം അടച്ചുപൂട്ടുകയാണ്, സാധാരണ അടച്ചുപൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വചനം, ഒരു വാക്യം പോലും, ഒരു വാക്കുകൾ പോലും നമുക്കിഷ്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അഗാധകൂപം എന്നത് അഗാധകൂപവും അഗാധം എന്നത് അഗാധവുമാകുന്നു. അഗാധവും രണ്ട് പ്രത്യേക സ്ഥലങ്ങൾ ആയതുകൊണ്ടാണ് രണ്ട് പ്രത്യേക താക്കോലുകളെ കുറിച്ചുള്ള പരാമർശം ഇവിടെ ഉള്ളത്. ഇതിൽ നിന്ന് അഗാധകൂപം അഗാധവും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളാണ്. ചിലരൊക്കെ ഈ അഗാധകൂപത്തിൽ സാത്താനെ പിടിച്ച് ബന്ധിച്ചിട്ടെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല, അത് തെറ്റായിട്ടുള്ള വ്യാഖ്യാനം. അഗാധകൂപം വേറെയാണ്, അഗാധം വേറെയാണ് എന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അഗാധം എന്ന സ്ഥലം സാത്താൻ്റെ ഇരിപ്പിടമാണ്. അധമപാതാളത്തിനും മരണത്തിനും ഇടയിലുള്ള സ്ഥലമാണ് അഗാധമായിരിക്കുന്ന സ്ഥലം. അതിപ്പോൾ തുറന്നു കിടക്കുന്നതാണ്. അവന് അവിടുന്ന് പറുദീസ വരെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ അവനവിടെ ബന്ധിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഗാധകൂപം എന്നുള്ള സ്ഥലത്തെക്കുറിച്ചാണ് 5ാമത്തെ മുദ്രയുമായിട്ട് ബന്ധമുള്ളത്. അതേക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 2 മുതൽ അതിൻ്റെ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതിന് അവൻ അഗാധകൂപം തുറന്നു, ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തെളിനുള്ള ശക്തി ലഭിച്ചു. ഭൂമിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ഇവിടെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ചിന്തിച്ച് കാണും, അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു, 1ാമത്തെ കാഹളം ഊതുമ്പോൾ എല്ലാ പച്ചപ്പുല്ലും എന്ത് ചെയ്തു? വെന്തുപോയി, അല്ലെങ്കിൽ ഇല്ലാതായി തീർന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇവിടെ പറയുമ്പോൾ പച്ചപ്പുല്ലുകളുണ്ട് എന്നാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ ഒന്നാമത്തെ കാഹളം ഊതുമ്പോൾ 7 കാഹളമുള്ളത് ഒന്നാമത്തെ കാഹളം ഊതുമ്പോൾ വൃക്ഷങ്ങളിൽ 3-1 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. എന്നാൽ നമ്മൾ ഈ 4-ാമത്തെ കാഹളം ഊതുന്ന സമയത്ത്, സോറി 5-ാമത്തെ കാഹളം ഊതുമ്പോൾ അപ്പോൾ പച്ചപ്പുല്ല് വീണ്ടും കിളിർത്തു എന്നുള്ളതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പുല്ല് വേഗത്തിൽ വളരുകയും വേഗത്തിൽ പോവുകയും ചെയ്യും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തക പഠനത്തിൽ വളരെ ശ്രദ്ധ വേണം. അത് അത് ഗ്രഹിച്ചു പോകുന്നവർക്ക് സംശയം ഉണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ സംശയം ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു ജിജ്ഞാസയോടെ അറിയാനുള്ള ആഗ്രഹത്തോടെ വേണം ഈ പുസ്തകം വായിക്കാനായിട്ട്. ഏത് കാര്യം നമ്മൾ വായിക്കുമ്പോഴും അറിയുവാനുള്ള ഒരു വാഞ്ചയുണ്ടെങ്കിലേ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ സമയത്ത് പഠിച്ചത് എന്തായിരുന്നു, അതിപ്പോൾ എന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിൽ വായിച്ചു പോകാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ജിജ്ഞാസയുണ്ട്, എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഒന്നാമത്തെ കാഹളം ഊതിയപ്പോൾ എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ. ഇവിടെ ഈ 5-ാമത്തെ കാഹളം ഊതുന്ന സമയത്ത് ഭൂമിയിലെ പുല്ലിനും പച്ചയായ അതിന് യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുതെന്ന് അതിന് കൽപ്പനയുണ്ടായി. അപ്പോൾ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അന്ന് വെന്തുപോയ പച്ചപ്പുല്ല്, ഞാൻ പറഞ്ഞു ഇന്ന് കാണുന്ന പച്ചപ്പുല്ലെല്ലാം ഒരു ദിവസം വെന്തുപോകും, ഇല്ലാതായിത്തീരും. എന്നാൽ അതിനുശേഷമായിട്ട് വീണ്ടും ഈ പുല്ല് കിളിർത്തു വരും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5-ാമത്തെ ദൂതൻ ഓതുമ്പോൾ സംശയം വരരുത്. സംശയം വന്നാൽ അത് മാറ്റി നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നത്, പുല്ലുകൾ വെന്തുപോയാൽ വീണ്ടും അത് കിളിർത്തു വരും. അപ്പോൾ അതിനുള്ള സമയം എടുത്തു. അപ്പോൾ 1-ാമത്തെ കാഹളം കഴിഞ്ഞിട്ട് 5-ാം കാഹളമായപ്പോഴത്തേന് 1-ാം കാഹളത്തിൽ വെന്തുപോയ എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയെങ്കിൽ വീണ്ടും ഭൂമിയിൽ പുല്ല് കിളിർത്തു. അപ്പോൾ അതിനെ ഇനി നശിപ്പിക്കരുത് എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞത്. അപ്പോൾ ദൈവം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശമുണ്ട്. അത് കഴിയുമ്പോൾ അത് വീണ്ടും ഭൂമിയിൽ മുളച്ചു വരുന്നതിനെ കുറിച്ചുകൂടെ രേഖപ്പെടുത്തുന്നു. അവൻ അഗാധവും തുറന്നു, ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. നമുക്കറിയാം അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയാലുള്ള വിഷയം നമുക്കറിയാം. ഇതൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടിയാൽ എന്താണ് സ്ഥിതി, എന്താണ് നമുക്കറിയാം. അവിടുന്ന് വരുന്ന വലിയ ചൂടും ആ പുക കൊണ്ടൊക്കെ ആകാശം തായിപ്പോവും. നമുക്കറിയാം ചില ദിവസങ്ങളൊക്കെ ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ചെയ്തതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഒരു അഗ്നിപർവ്വതം പൊട്ടിയത് കൊണ്ട് അത് സജീവമായപ്പോൾ അതിൽ നിന്ന് പുറപ്പെട്ട ആ പുക കൊണ്ട് ആകാശം സഞ്ചാരയോഗ്യമല്ലാതെ തീർന്നു. അപ്പോൾ അങ്ങനെ ഒക്കെ സംഭവിച്ച് കാണുമ്പോൾ ഇത് അങ്ങനെയുള്ളതല്ല. ഒരു പ്രത്യേക സ്ഥലത്തെ ദൈവം അത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അത് ദൈവം കരുതി വെച്ചിരിക്കുന്നത്, അന്നേ ഇത് സൃഷ്ടിച്ചപ്പോൾ ഇത് കരുതി വെച്ചിരിക്കുന്നത് എതിർക്രിസ്തുവിൻ്റെ ഭരണസമയത്ത് അതിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ അതിനകത്ത് ചില ജീവികൾ ഉണ്ട് എന്നുള്ളത് വെളിപ്പെടും. അപ്പോൾ അതിൻ്റെ അകത്ത് ജീവിക്കാൻ പറ്റിയ ജീവികൾ അഗാധകൂപത്തിലുണ്ട്. അപ്പോൾ അഗാധകൂപത്തിൽ സൃഷ്ടികൾ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. പക്ഷെ ഇവിടെ പലരും അതിനെ തെറ്റായിട്ട് പഠിപ്പിക്കാറുണ്ട്. അത് മരിച്ചവരോട് ഉള്ള ബന്ധത്തിൽ, നശിപ്പിക്കുന്നവരുടെ ബന്ധത്തിൽ സാത്താൻ്റെ ആണെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. ഇതിൻ്റെ പേര് പറയുമ്പോൾ അത് അങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും, എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ജീവികൾ ഒരിക്കലും സാത്താനികമായിട്ടുള്ളതല്ല, ദൈവികമായിട്ടുള്ള സൃഷ്ടികളാണ് എന്നുള്ളത് ശ്രദ്ധിച്ചു വായിച്ചാൽ അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ അതേക്കുറിച്ച് വായിക്കാം. പുകയുന്ന വെട്ടിക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു, അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ അതിന് യാതൊരു വൃക്ഷത്തിനും കേട് വരുത്തരുത് എന്നതിന് കൽപ്പനയുണ്ടായി. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികളായിരിക്കുന്നതാണ് ഈ അഗാധകൂപത്തിലെ വെട്ടിക്കിളിക്ക് സമാനമായിരിക്കുന്ന ജീവികൾ. അത് ദൈവകൽപ്പനയ്ക്കനുസരിച്ച് പുറപ്പെടുന്നതാണ്. അതിനെ ദൈവം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് 5-ാമത്തെ കാഹളം ഊതുന്ന സമയത്ത് അഗാധകൂപം ദൂതൻ തുറക്കുമ്പോൾ അതിൽ നിന്ന് കൂപത്തിൽ നിന്ന് പുക പൊങ്ങുകയും അത് മുഖാന്തരമായി സൂര്യനും ആകാശവും ഇരുണ്ടുപോകും. അതിൽ നിന്ന് വെട്ടിക്കിളിക്ക് സമാനമായിരിക്കുന്ന വിചിത്ര ജീവികൾ പുറപ്പെടും. അത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അതല്ലാതെ പൈശാചികമായിട്ടുള്ളതല്ല, സാധാരണമായിട്ടുള്ള. ആരെങ്കിലും അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കണം, ഇത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതാണ്. അത് ആരെയാണ് ഉപദ്രവിക്കുന്നത്? ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവരെയാണ് അത് ഉപദ്രവിക്കുന്നത്. അപ്പോൾ സാത്താൻ്റെ കീഴിലുള്ളതാണെങ്കിൽ, സാത്താൻ പുറപ്പെടുവിക്കുന്നതാണെങ്കിൽ അവൻ്റെ ദൂതന്മാരാണെങ്കിൽ നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്.
ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന സൃഷ്ടിയിൽപ്പെടുന്നതാണ് അഗാധകൂപത്തിൽ നിന്ന് പുറപ്പെടുന്ന വെട്ടിക്കിളിക്ക് സമാനമായിരിക്കുന്ന ജീവികൾ എന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാനിത് പറഞ്ഞു പോകുന്നത്, എനിക്കറിയാം പല പല വ്യാഖ്യാനങ്ങളിലും ഇത് പൈശാചികൻ്റെതാണ് അല്ലെങ്കിൽ ദുഷ്ടദൂതൻ്റെതാണെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതൊന്ന് തിരുത്തി പഠിപ്പിക്കുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അത് നമ്മൾ ഈ പറയുന്നത് രീതി അനുസരിച്ചാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നെങ്കിൽ അതേക്കുറിച്ച് ഞാൻ കൂടുതൽ വിവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ആരെങ്കിലും വെളിപ്പാട് പുസ്തകം വായിച്ച് പഠിച്ചിട്ട് ഇതെങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുന്നെങ്കിൽ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വായിച്ചിട്ട് ഏതാണ് ശരിയെന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സാക്ഷിയിൽ നിന്ന് അത് നേരെ ചിന്തിച്ചെടുക്കണമെന്നും ശരാൽ ഓർപ്പിക്കുന്നു. ഇവിടെ അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. ആരാ ശക്തി കൊടുത്തത്? ദൈവമാണ് ആ ശക്തി കൊടുത്തിരിക്കുന്നത്. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് രക്ഷിപ്പാനും നശിപ്പിപ്പാനും ദൈവമാണ് ശക്തൻ. അവൻ രക്ഷിക്കുന്ന പോലെ നശിപ്പിക്കുകയും ചെയ്യും. ഇരുളും വെളിച്ചവും അവൻ്റെ കീഴിലാണ്. അതിനുള്ള സകല കാര്യങ്ങളും അവൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഇവിടെ തേള് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. തേളുകൾ, പാമ്പുകൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതല്ലാതെ സാധാനിക സൃഷ്ടികളല്ല. തേള് കുത്താതെ ഇരിക്കുന്നത് ദൈവം പറഞ്ഞിട്ടാണ് കുത്താതെ ഇരിക്കുന്നത്. ഇതെല്ലാം ചിറക് പോലെ വെച്ചിട്ട് പറന്ന് നടന്ന് കുത്തിക്കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? എത്ര ഹെൽമെറ്റ് വെക്കാൻ പറ്റും? ഏത് ചിപ്പ് ഉപയോഗിച്ച് തടയാൻ പറ്റും? കുട്ടികളുടെ തേളുകളെല്ലാം കൂടി ചിറക് വെച്ച് പറന്ന് കുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ രക്ഷാൻ കഴിയും? ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള തേനീച്ച ഇളകിയാൽ മതിയല്ലോ, മനുഷ്യൻ്റെ ജീവൻ തീരത്തില്ലേ? തീരും. എവിടെ പോയി ഒളിക്കും? ഇപ്പം ദൈവം ഇതിനെല്ലാം അടക്കി ഒതുക്കി വെച്ചിരിക്കുക. അപ്പം അതുകൊണ്ടൊന്നും അഹങ്കരിക്കാനൊന്നുമില്ല കേട്ടോ. നമ്മളെന്തെങ്കിലും കണ്ടുപിടിച്ചു, കയ്യിലൊരു വലിയ മൊബൈൽ ഫോൺ കിട്ടി, അല്ലെങ്കിൽ ഭയങ്കര ഡാറ്റ കിട്ടി, അത് കിട്ടി എന്നൊന്നും പറയണ്ട. ഇതൊക്കെ ഞാൻ അവരുടെ കാട്ടിലെ വൻതേൻ, കാട്ടുതേൻ ഈച്ചകൾ ഒന്ന് അതിൻ്റെ കോപത്തോടെ ഇറങ്ങാൻ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കവിടെ നിൽക്കാൻ പറ്റും? എത്ര സെക്യൂരിറ്റി ഉണ്ടെങ്കിലും അതിനൊന്നും വെടിവെച്ചിടാൻ പറ്റത്തില്ല. നമ്മുടെ സെക്യൂരിറ്റി ഇത്രയേ ഉള്ളൂ, നമ്മുടെ കയ്യിരിക്കുന്ന മെഷീൻ്റെ കഴിവ് ഇത്രയേ ഉള്ളൂ. ഇതൊന്നും വരാൻ പോകുന്നതിനെ ചെറുത്ത് നിൽക്കാൻ കഴിയത്തില്ല. മനുഷ്യൻ എത്ര അഹങ്കരിച്ച് നമ്മളിതെല്ലാം വെട്ടിപ്പിടിച്ച് ഞങ്ങളുടെ വിശുദ്ധം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇത്രയും കഴിവൊക്കെ ഉണ്ടെന്ന് പറയുന്ന മനുഷ്യന് തേനീച്ച പറന്നു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ കടന്നലിനെ അയച്ച ദൈവം യുദ്ധം ചെയ്തിട്ടുണ്ട്. കടന്നലിനെ അയച്ചിട്ടുണ്ട് അല്ലേ? കടന്നൽക്കൂട്ടം വന്നപ്പോൾ വാളും പരിചയമൊക്കെ എന്നതൊക്കെ എടുത്ത് സ്ഥലം വിട്ടു. ഒന്നും ചെയ്യാൻ പറ്റാതായി പോയി. ന്യൂക്ലിയർ ബോംബ് വന്നിട്ട് നശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് കഴിഞ്ഞാൽ എല്ലാം പോകും. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന നാശ ആയുധങ്ങളുണ്ട്. ദൈവം അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിക്കും. ഇവിടെ ഈ സമയത്ത് ദൈവം ഇതിന് ഈ ജീവികൾക്ക് തേളിന് കുത്താനുള്ള ശക്തി പോലെ കൊടുത്തിട്ട് അവ ഭൂമിയിൽ വെട്ടിക്കിളി പോലെ പറന്ന്, വെട്ടിക്കിളി എന്ന് പറഞ്ഞാൽ ഭൂമി അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ദേശത്തെ മുഴുവനും മൂടും. നമുക്ക് പുറപ്പാട് ദിവസം 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, മിസ്രൈം ദേശം ഇരുണ്ടു പോകത്തക്കവണ്ണം ദേശത്തെ വെട്ടിക്കിളികളെ കൊണ്ട് നിറഞ്ഞതായി രേഖപ്പെടും. ഇപ്പോൾ വെട്ടിക്കിളിക്ക് സദൃശം എന്ന് പറഞ്ഞാൽ വെട്ടിക്കിളി കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അല്ല വരുന്നത്, അത് കൂട്ടത്തോടെയാണ് വരുന്നത്. കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാൽ ആ ദേശത്ത് അത് പരന്നു കഴിഞ്ഞാൽ വെട്ടം പോലും വരത്തില്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം മിസ്രൈമിലുണ്ടായിരുന്നു. ഇത് ബാധയായിരുന്നു വെട്ടിക്കിളി. വെട്ടിക്കിളി എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചു വെട്ടിക്കിളി വന്നു. വെട്ടിക്കിളി വന്നിട്ട് എന്താ ചെയ്തത്? ദേശത്തെ മൂടി. എന്ന് പറഞ്ഞാൽ പ്രകാശം പോലും താഴോട്ട് വരാത്ത രീതിയിൽ ഇരുട്ടാകുന്ന രീതിയിൽ വെട്ടിക്കിളി വരും. അത് ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കും. അത് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദേശം മുഴുവനും എന്ത് ചെയ്യും? അതിൻ്റെ അധീനതരായി തീരും. അവിടെയുള്ള പച്ച മുഴുവനും ഇല്ലാതാക്കി കളയും വെട്ടിക്കിളി. അതാണ് വെട്ടിക്കിളിയുടെ സന്ദർഭം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വായിക്കുമ്പം നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ ഇതൊക്കെ അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ എൻ്റെ ഭീകരത എന്താണെന്നുള്ളത് അല്ലേ? നമ്മൾ മഹാമാരിയെക്കുറിച്ചൊക്കെ കേട്ടു, പകർച്ചവ്യാധികളെക്കുറിച്ചൊക്കെ നമുക്കറിയാമായിരുന്നു. എൻ്റെ ഭീകരത മനസ്സിലാക്കിയത് കോവിഡ് വന്നപ്പോഴല്ലേ? മനസ്സിലാക്കിയല്ലോ, എല്ലാവരും മനസ്സിലാക്കി, നന്നായി മനസ്സിലായി, ലോകം മുഴുവൻ മനസ്സിലാക്കി. ശ്വാസം കിട്ടാതെ പടഞ്ഞു മരിച്ചു മനുഷ്യൻ. ദൈവം കരുണ കാണിച്ചുകൊണ്ടാണ് നാം ശ്വസിക്കുന്നത് കൊട്ടോ, അല്ലെങ്കിൽ അന്നുകൊണ്ട് തീർക്കാമായിരുന്നു. എല്ലാം പടഞ്ഞു വീണ് മരിക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരുണ തോന്നിയത് കൊണ്ടാണ് ഇന്നും നാം ശ്വസിക്കുന്നത്, ജീവനോടിരിക്കുന്നത്. കുറേ പേർ മരിച്ചുപോയി. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ കുറച്ച് പേരിനകത്ത് വീണുപോകും.
അവരെല്ലാം പാപികളാണെന്നോ ഒന്നുമല്ല എൻ്റെ അർത്ഥം. എത്രയോ ദൈവദാസന്മാർ മരിച്ചു പോയിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് ബാധ വരുമ്പോൾ അന്ന് വന്ന ബാധയ്ക്കകത്ത് മനസ്സിലായല്ലോ എന്തൊക്കെയാണ് കഷ്ടത എന്നുള്ളത്. പക്ഷെ അതേക്കുറിച്ച് നേരത്തെ പറയുകയാണ്, ഇങ്ങനെ മഹാബാധ വരും, ശ്വാസം കിട്ടാതെ വരും, ബുദ്ധിമുട്ടും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകത്തില്ല. പക്ഷെ അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ശ്വാസം കിട്ടാതെയുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ചവരാണ് ലോകജനത. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും നിസ്സാരമായി കണക്കാക്കരുത്. വെട്ടിക്കിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വന്ന് ഈ തത്തമ്മ വന്നിരിക്കുന്ന പോലെ വന്നു പോകുന്ന ചില പച്ചപ്പ് തിന്നിട്ട് പോകുന്ന തത്തമ്മയല്ല. വെട്ടിക്കിളി എന്ന് പറഞ്ഞാൽ അതിൽ രാജാവില്ലെങ്കിലും അത് അണിയണിയായി പുറപ്പെടുന്നതിൻ്റെ അർത്ഥം ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിറകുകൾ തമ്മിൽ ചേർന്നിരിക്കും. അങ്ങനെ ചേർന്നിരുന്നു കഴിഞ്ഞാൽ ആ ദേശം മുഴുവനും പരക്കും, ഇരുട്ടിയാവരിക്കും. അതുകൊണ്ടാണ് പുറപ്പാട് 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇരുണ്ടുപോകത്തക്കവണ്ണം, ദേശം ഇരുണ്ടുപോകത്തക്കവണ്ണം ദേശത്ത് വെട്ടിക്കിളികളെ കൊണ്ട് നിറഞ്ഞെന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞ് വെട്ടിക്കിളികൾ വന്നപ്പോൾ അതിൻ്റെ ചിറകുകൾ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ എല്ലാം കൂടി അണിയണിയായിട്ട് നിരന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ സൂര്യപ്രകാശം താഴോട്ട് വരാതെ വണ്ണം അതിനെ മറച്ചു കളയത്തക്ക രീതിയിൽ അണിനിരന്ന് വെട്ടിക്കിളി മിസ്രൈം ദേശത്ത് നിന്നെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ വെളിച്ചം, സൂര്യൻ എന്നുള്ള വെളിച്ചം മിസ്രൈമിൻ്റെ ഭാഗത്ത് വന്നില്ല. അങ്ങനെയാണ് ഇരുട്ടുണ്ടായത്. അതങ്ങനെയാണ് ഇരുട്ടുണ്ടായത്. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് മറുഭാഗത്ത് പറയുന്നത്, അതിന് രാജാവില്ലെങ്കിലും അത് അണിയണിയായി പുറപ്പെടുന്നു. രാജാവില്ല, അതിന് കമാൻഡ് കൊടുത്തിട്ട് നിൽക്കുന്നില്ല. നമുക്കറിയാം, ഫോർമേഷൻ പ്ലെയിനൊക്കെ ഈ തണ്ടർ ബോൾട്ട്സൊക്കെ കാണിക്കുന്ന ആരോ ഫോർമേഷൻ നിങ്ങൾ കണ്ടു കാണും. ആ സമയത്ത് അതിനൊരു കമാൻഡിങ് സിസ്റ്റമുണ്ട്. എത്ര അടി ഉയരത്തിൽ എങ്ങനെ പറക്കണം, എങ്ങനെ നിൽക്കണം നമുക്ക് അതിനെ കമാൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്. പക്ഷേ വെട്ടിക്കിളിയെ നിയന്ത്രിക്കാൻ അങ്ങനെ കമാൻഡിങ് ഫോഴ്സ് ഒന്നുമില്ല. പക്ഷെ അതിന് ഒന്നിനോടൊന്ന് അറിയാം എങ്ങനെയാണ് നിൽക്കേണ്ടെന്നുള്ളത്. അതിനെ സൃഷ്ടിച്ച് ദൈവം കൽപ്പന കൊടുത്താൽ അവിടെ പറന്നോളാൻ പറഞ്ഞാൽ പറന്നു പോകും. വെട്ടിക്കിളി ഇറങ്ങിക്കഴിഞ്ഞാൽ ദേശത്തിരിട്ട് വരത്തക്കവണ്ണമുള്ള നിരന്നു നിൽക്കും, അണിയണിയായിട്ട് നിൽക്കും. കാര്യം മനസ്സിലായല്ലോ, മുഴുവൻ തിന്ന് നശിപ്പിച്ചിട്ടേ പോവുകയുള്ളൂ. അന്ന് ഭൂമിയിലെ വെട്ടിക്കിളികളെ കൊണ്ടാണ് അന്ന് അത് സംഭവിച്ചെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭൂമിയിലെ വെട്ടിക്കിളികളല്ല, വെട്ടിക്കിളിക്ക് സമാനമായിരിക്കുന്ന ഇത്തരം സൃഷ്ടികളെ ദൈവം അഗാധ കൂപത്തിൽ ജീവിപ്പിക്കുന്നുണ്ട്. അവിടെ അതുണ്ട്. അപ്പം അതിന് ഒരു നായകനുമുണ്ട്. ഇവിടുത്തെ വെട്ടിക്കിളിക്ക് നായകനില്ല. പക്ഷെ എന്നാൽ ഈ ഭൂമിയുടെ അധോഭാഗത്തുള്ള അഗാധ കൂപത്തിലുള്ള ദൈവം സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്ന വെട്ടിക്കിളിക്ക് സമാനമായ വിചിത്ര ജീവി ഉണ്ട്. അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മിസ്രൈം ദേശം മാത്രമല്ല, ലോകത്തെ മുഴുവനും ഇത് കേടുവരത്തക്കവണ്ണമുള്ള ഒരു വലിയ ഒരു സമൂഹമാണ് ഇവിടെ സജ്ജമായിട്ടിരിക്കുന്നത്. എപ്പോൾ ദൈവം അത് പറയുന്നുവോ അന്നത് വെളിയിൽ വരും. അപ്പോൾ 5 മാസം ബെന്നിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. തേൾ ആരെങ്കിലും കുത്തിയിട്ടുണ്ടോ? വേദന അനുഭവിച്ചിട്ടുണ്ടോ? അത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. തേളൊന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ അറിയാം വേദന എന്തെന്നുള്ളതല്ലേ. തേൾ കുത്തിയാൽ അതിൻ്റെ വേദന വളരെ വലുതാണ്. എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള തേളുകളുണ്ട്. മരുഭൂമിയിലേക്കുള്ള തേളെന്ന് പറഞ്ഞാൽ അത് തൊട്ടാൽ മതി മരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങളെ നടത്തിക്കൊണ്ട് വന്നപ്പോൾ മരുഭൂമിയിൽ തേളും സർപ്പമൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളെ തൊടാതെ സംരക്ഷകനായിട്ട് ഞാൻ കൊണ്ടുവന്നു. മരുഭൂമിയിലെ തേളും വരൾച്ചയിൽ തേളുണ്ട്. ആ തേളൊന്നും കുത്താതെ, ചെരുപ്പ് പോലും തേഞ്ഞു പോകാതെ ദൈവം വിസർജനത്തെ കൊണ്ടുവന്നു. നമ്മളെയും കർത്താവ് അങ്ങനെ നയിക്കുന്നു കേട്ടോ. ലോകത്തിൽ എന്തെല്ലാം ശക്തികളുണ്ടെന്നറിയാമോ? ഏതെല്ലാം വിഷകരമായിട്ടുള്ളതുണ്ടെന്നറിയാമോ? ഇതൊന്നും ദോഷകരമായി മനുഷ്യന് ഭവിക്കാതെ ദൈവം കരുണ കാണിക്കുന്നുകൊണ്ടാണ് നിലനിന്ന് പോകുന്നത് എന്നുള്ളതും ഇത് രാത്രി ഓർത്തിരിക്കുക. അപ്പോൾ 5 മാസക്കാലത്തേക്കാണ് അവയെ അഴിച്ചുവിടുന്നത്. വെട്ടിക്കിളിക്ക് സദൃശമായ വിചിത്ര ജീവികൾ ഭൂമിയിലെ സസ്യാദികൾക്കോ വിഷങ്ങൾക്കോ കേടുവരുത്താതിരിക്കുന്നത് അപ്രകാരം ചെയ്യരുതെന്നുള്ള ദൈവകൽപ്പന അവയ്ക്ക് ലഭിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അത് കർത്താവ് പറഞ്ഞു, നിങ്ങളത് ചെയ്യരുത്, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ദൈവം അതിനെ വിലക്കിയിരിക്കുന്നതുകൊണ്ടാണ്. അവ ഉപദ്രവിക്കുന്നത് ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യരെയാണ്. ഭൂമിയിൽ തേളിനുള്ള ശക്തി
അവയ്ക്ക് ലഭിക്കുന്നത് കൊണ്ട് അവ പറന്ന് മനുഷ്യനെ കുത്തുന്ന സ്ഥിതിവിശേഷമായിരിക്കും അന്ന് ഭൂമിയിലുണ്ടായിരിക്കുക. ഭൂമിയിൽ തേളുടെ ശക്തി അവയ്ക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് അവ പറന്ന് മനുഷ്യനെ കുത്തുന്നത്. അപ്പോൾ തേളിനുള്ള ശക്തിയും വെട്ടിക്കിളിക്ക് സമാനമായിരിക്കുന്നതാകുമ്പോൾ ഇത് പറന്നിട്ട് മനുഷ്യനെ നോക്കിക്കുത്തും. പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത, ദൈവത്തെ അംഗീകരിക്കാത്ത, അനുസരണം കെട്ടവരെയെല്ലാം അന്നത് എന്ത് ചെയ്യും? ഉപദ്രവിക്കും. ഇന്ന് അങ്ങനെ ചെയ്യുന്നില്ല. ഇന്ന് ജയത്തിൻ്റെ കാരണം, അതിൻ്റെ കാരണം പരിശുദ്ധമായ ഭൂമിയിലുണ്ട്. മനുഷ്യൻ അത്രമാത്രം ദൈവമുണ്ടോ എന്ന് ചോദിച്ചുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അത് വരാൻ പോകുന്ന എതിർക്രിസ്തു ഭരണസമയത്ത് ദൈവമുണ്ടോ കാണിച്ചതാ, മൃഗത്തെക്കാൾ ശക്തിയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള വീമ്പ് ഇളക്കുമ്പോഴാണ് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം, മുദ്രയുള്ളവരും മുദ്രയില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും. ഇതെല്ലാം കൂടെ കുത്തി വേദനപ്പെട്ട് വല്ലാതെ ഭാരപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്ന്, 5 മാസം ഉണ്ടാകുമെന്നുള്ള ഇവിടെ പറയുന്നു. സൂര്യനും ആകാശവും വീണ്ടുപോകത്തക്കവണ്ണം രാതകുപത്തുന്ന പുക പോലെ പുറപ്പെടുന്ന വെട്ടിക്കളുടെ ഉപദ്രവം അത് മനുഷ്യരെ കൊന്നുകളയുവാനല്ല, 5 മാസക്കാലത്തേക്ക് അവരെ ദണ്ഡിപ്പിക്കുവാനായിട്ടാണ്. ശരിക്കുള്ള ദണ്ഡനമാണ്. ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത എല്ലാവരെയും ഈ വെട്ടിക്കിളികൾ പോലുള്ള ജീവികൾ കുത്തി നോവിക്കുമ്പോൾ, മറുഭാഗത്ത് എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയില്ലാത്ത വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയാത്ത വിധത്തിൽ അവൻ്റെതായ പദ്ധതികളെ ഒരുക്കിയെടുക്കും. ഒരു ഭാഗത്ത് ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ മുദ്ര, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര. ഈ 2 മുദ്രയിൽ ഏതെങ്കിലും ഒന്ന്. എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഏറ്റു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വിൽപ്പന വാങ്ങൽ ആ ഭൗമിക ജീവിതത്തിനെ കുറിച്ച് കുഴപ്പമില്ല. പക്ഷേ മറുഭാഗത്ത് 5 മാസക്കാലം ദൈവത്തിൻ്റെ മുദ്ര ഇല്ലാത്തവരാണെങ്കിൽ വലിയ വേദനിക്കുന്ന ദണ്ഡനമുണ്ടാകും. മരിച്ചു പോകത്തില്ല, ചത്തുപോകത്തില്ല. ദൈവം അവരെ ദണ്ഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തേളുകൊണ്ട് ദൈവം ദണ്ഡിപ്പിക്കുന്നു. അപ്പോൾ ഇതിന് 5 മാസം ഈ വിജിത്രയിൽ ഉപദ്രവിക്കുന്നത് നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യയാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരിക്കലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയിടപ്പെട്ട 144,000 ശേഷി അതിലെ ബാക്കിയുള്ളവരാണ്, അവരെ മാത്രമാണ് ഉദ്ധരിക്കാതിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരെയും ഉദ്ധരിക്കുന്നുള്ള തെറ്റായ ചിന്താഗതി വരാൻ പാടില്ല. ദൈവത്തിൻ്റെ ദാസന്മാരെ ആണ് പറഞ്ഞിരിക്കുന്നത് മുദ്രയിട്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത. അപ്പോൾ സഭയുടെ ശേഷിപ്പിലുള്ള അവർ പരിശുദ്ധന്മാരുടെ മുദ്രയുള്ളവരാണ്. അവർ ദാസന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരല്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെതാണ്. അപ്പം അവരെ ഉപദ്രവിക്കത്തില്ല, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് 144,000 മുദ്രയിട്ടിരിക്കുന്ന അവരെ മാത്രമാണ് ഉദ്ധരിക്കാതിരിക്കുന്ന ചിന്തയെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ശിശുക്കളെയും അതുപോലെ സഭയുടെ ശേഷിപ്പിലുള്ളവരെയും അതുപോലെ ദൈവം മുദ്രയിട്ട് വേർതിരിച്ചിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങൾ എന്നുള്ളവരെയും ഈ ജീവികൾ ഉപദ്രവിക്കത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും എതിർ ക്രിസ്തുവിന് മുദ്ര ഏൽക്കുന്നവരെയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ജീവികൾ തെരഞ്ഞു പിടിച്ച് കുത്തി നോവിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് മുദ്ര ഉള്ളവരെ അന്ന് തിരിച്ചറിയുവാനും അതില്ലാത്തവരെ തിരഞ്ഞു പിടിച്ച് ഉദ്ധരിക്കുവാനും ജീവികൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, ഇല്ലേ? അത്ഭുതപ്പെടുത്തും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവത്തിന് മുദ്രയില്ലാത്തവരെ ഇപ്പം നമുക്കറിയത്തില്ല ആരൊക്കെയാ വിശ്വാസി ആരൊക്കെയാ അവിശ്വാസി എന്നറിയത്തില്ല. അറിയാമോ? ഇല്ല, ആർക്കും അറിയത്തില്ല. എല്ലാവരും ചർച്ചയിൽ പോകും, എല്ലാവരും സാക്ഷ്യം പറയും, എല്ലാവരും ബൈബിൾ വായന പറയും, എല്ലാവരും സാക്ഷ്യമൊക്കെ പറയും. പക്ഷെ ദൈവത്തിൻ്റെ ആരാണ് ദൈവത്തിന് ആരല്ല എന്നുള്ളത് സാക്ഷ്യം പറയുന്നതുകൊണ്ടോ ചർച്ച പോകുന്നതുകൊണ്ടോ സ്ഥാനപ്പെട്ടതുകൊണ്ടോ ഒന്നും തെളിവാകത്തില്ല. പക്ഷെ ഇപ്പം ദൈവം ഇത് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അന്ന് ഇത് വെളിപ്പെടും, പ്രത്യക്ഷപ്പെടാൻ പോവുക. അപ്പം ആരൊക്കെയാണ് ദൈവത്തിൻ്റെ മുദ്രയുള്ളവരില്ലാത്ത എന്നുള്ളത് അന്ന് വെളിപ്പെടും. അന്ന് വേദനപ്പെട്ട് സഹിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമ്മൾ വായിക്കുമ്പോൾ ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ ഇത് തീവ്രത എത്ര വലുതാണെന്നുള്ളത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അതേക്കുറിച്ച് തുറന്നു പറഞ്ഞ് വായിക്കുമ്പോൾ നമുക്കതിൻ്റെ അന്നുണ്ടാകാൻ പോകുന്ന ഈ വെട്ടിക്കിളി ഇറങ്ങി തേളിനെ പോലെ പറന്നു കുത്തുന്ന ജീവികൾ ദൈവത്തിന് മുദ്രയില്ലാത്ത തെരഞ്ഞു പിടിച്ച് കുത്തുന്ന സമയത്തുണ്ടാകുന്ന ഭയാനകമായ അവസ്ഥയെക്കുറിച്ചാണ് തുറന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 9-ാം അധ്യായം
ആറുമുള്ളമായ ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. മരിപ്പാൻ കൊതിക്കുന്നൊരു കാലം വരാൻ പോകുന്നു. അതെ, ക്രിസ്തുവിന്റെ പറഞ്ഞ സമയത്ത് 5-ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന സമയം മുതൽ 5 മാസക്കാലം 150 ദിവസം ഒരു മനുഷ്യൻ പോലും മരിക്കാത്ത, അഥവാ മരിക്കാൻ കൊതിക്കുന്ന ഒരു മനുഷ്യൻ പോലും മരിക്കാത്തൊരവസ്ഥയിലേക്ക് മരണം വിട്ടും. അന്ന് മരിക്കാൻ കൊതിക്കുന്നവർ മരിക്കത്തില്ല. ബാക്കിയുള്ള ഭക്തന്മാർ മരിക്കുമോ എന്നുള്ളത് അന്ന് രക്തസാക്ഷ്യം ഉണ്ടാകും. അവരെ മരിക്കാൻ ദൈവം അനുവദിച്ചു കൊടുക്കും. അപ്പോൾ അവരെ ദൈവം വെക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ ശിശുക്കളായിട്ടുള്ളവർ മരിക്കും. മരണം വിട്ട് മനുഷ്യരെ വിട്ട് മാറിപ്പോകുമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ എണ്ണം കൊടുക്കാനുള്ള ഒരു മരണം ഉണ്ടാകത്തില്ല. 5 മാസം പൂർണ്ണമായിട്ട് മരണമില്ലാത്തൊരു സമയമുണ്ടാകുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ദൈവമരണത്തെ 5 മാസത്തേക്ക് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് മരിക്കാൻ വേണ്ടി കൊതിക്കുന്നത്? ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവരെ, ഇങ്ങനെയുള്ള വെട്ടിക്കിളിക്ക് സമാനമായിരിക്കുന്ന തേളിനുള്ള ഈ ശക്തികൾ വന്ന് കുത്തുമ്പോൾ അതിൻ്റെ വേദന മുഖാന്തരമായി, അന്നത്തെ കഷ്ടം മുഖാന്തരമായി മരിച്ചാൽ മതിയാകും എന്ന് ചിന്തിക്കും. പക്ഷേ മരണം വിട്ട് മാറിപ്പോകും. ഇന്ന് മനുഷ്യൻ ജീവിക്കാനുള്ള തത്രപ്പാടിലാണെങ്കിൽ വരാൻ പോകുന്ന ദിനങ്ങളിൽ മരിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലായിരിക്കും അന്നത്തെ ഭൂരിപക്ഷ മനുഷ്യരും. ആഹാരം, മരുന്നുകൾ, വസ്ത്രം, പാർപ്പിടം, ആഡംബര വസ്തുക്കൾ ഇവയ്ക്കൊന്നും ആവശ്യക്കാരില്ലാതെ വരുന്നത് കൊണ്ട് ലോക വ്യാപാര വ്യവസ്ഥിതി അതിൻ്റെ അധോഗതിയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്നു. ഇന്ന് വമ്പൻ സൂപ്പർ മാർക്കറ്റുകളും വലിയ വലിയ ഭക്ഷണശാലകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ലോകം വളർന്നുകൊണ്ടിരിക്കുക. മനുഷ്യന് ഉള്ള കാലം ശരിക്ക് ലക്ഷറി ആയിട്ട് ജീവിക്കണമെന്നുള്ള ചിന്തയിൽ മനുഷ്യൻ, അല്ലേ? പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മാടക്കടകളും ചെറിയ കടകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് സ്ഥിതിയൊക്കെ മാറിയില്ലേ? നമ്മളിതെല്ലാം കണ്ടവരാ. കാളവണ്ടി കണ്ടവരാണ്, നടന്നിട്ടുള്ളവരാണ്. റാന്തൽ വിളക്ക് കണ്ടിട്ടുണ്ട്, പെട്രോമാക്സ് കണ്ടിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹാലജൻ ലൈഫ്, മറ്റുള്ള ലൈറ്റ്, ഇതെല്ലാം നമ്മൾ കണ്ടു. നമ്മൾ ഒരു 50 വയസ്സിന് ഇടയിൽ പ്രായമുള്ള പ്രിയപ്പെട്ടവർ പലതും കണ്ടവരാ. പക്ഷേ ഇപ്പോഴത്തെ തലമുറയൊന്നും കണ്ടിട്ടില്ല, എല്ലാം കണ്ടിട്ടില്ല. പക്ഷേ ഒരു 50 വയസ്സിനോടുള്ള ബന്ധത്തിൽ ആയുസ്സുള്ളവരെ ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. വെട്ടമില്ലാത്ത, ഈ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചവരുണ്ടല്ലേ. ചാണകം മെഴുകിയ തറയിൽ കിടന്നിട്ടുണ്ട്. പുൽപ്പായ ഉണ്ടായിരുന്നു, പുല്ലുകൊണ്ട് വീടുകളുണ്ടായിരുന്നു. അന്ന് ഓടുകളൊക്കെ ഇട്ട വീടുകൾ തന്നെ വളരെ വളരെ ചുരുക്കങ്ങളായിരുന്നു. പിന്നീട് കോൺക്രീറ്റ് വീടുകളായി. ഇപ്പോൾ അന്നുണ്ടായിരുന്ന ഇന്നില്ല, ഇന്നെല്ലാം ആഡംബരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. വലിയ വികസനമുണ്ടായി. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് ബിസിനസ് അതിൻ്റെതായിട്ടുള്ള ഉന്നത ഭാഗങ്ങളിലേക്ക്, ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ ഈ 5 മാസം കൊണ്ട് ഈ പറയുന്ന ബിസിനസ് സാമ്രാജ്യത്വം തകർന്നു പോകും. ശരിയല്ലേ? കോവിഡ് വന്ന സമയത്ത് ആഹാരത്തിനും മരുന്നിനും ഉള്ള കടകളും കാര്യങ്ങളും അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അന്ന് ബ്യൂട്ടി പാർലറുകളില്ലായിരുന്നു. അന്ന് മനുഷ്യന് ആഡംബര വസ്തുക്കളില്ലായിരുന്നു. വസ്ത്രങ്ങൾ ആവശ്യത്തിന് വേണ്ടി വിൽക്കുമായിരുന്നു. കല്യാണങ്ങളില്ലായിരുന്നു, കല്യാണ വസ്ത്രമെടുപ്പില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. നമുക്കറിയാമല്ലോ, അറിയുന്നല്ലേ. അന്ന് ആഡംബരമായ കല്യാണങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. വസ്ത്രശാലകൾ, ലക്ഷറീസ് ആയിട്ടുള്ള ഹോട്ടലുകൾ, ക്രൂയിസ് കപ്പലുകൾ, പ്ലെയിന്, ഇതൊക്കെ നിശ്ചലമായില്ലേ? നിശ്ചലമായി. കാരണം എന്താ? മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ബിസിനസ് സാമ്രാജ്യത്വം അന്ന് അതിൻ്റെ നിലച്ചതിനെക്കുറിച്ച് നമുക്കറിയാം അന്ന്. എന്നാൽ ഈ 5 മാസം എന്ന് പറയുമ്പോൾ മനുഷ്യൻ മരിക്കാൻ വേണ്ടി കൊതിക്കുന്നത് കൊണ്ട് ആഹാരം പോലും വേണ്ട എന്നുള്ളൊരു നിലവാരത്തിലേക്ക് വരും. ഞാനിത് പറയുന്നത്, ഇത് പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു നോവലിലെ കാര്യങ്ങളല്ല. സാങ്കല്പികമായിരിക്കുന്ന ഏതെങ്കിലും ഭയാനകമായിരിക്കുന്ന കാര്യങ്ങളല്ല പഠിപ്പിക്കുന്നത്. നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥമായ ചിത്രീകരണമാണ് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യരാശി ജീവിക്കാൻ വേണ്ടി വളരെ കൊതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ മനുഷ്യൻ മരിക്കാൻ വേണ്ടി കൊതിക്കും. അന്ന് ആഹാരം, മരുന്നുകൾ, വസ്ത്രം, പാർപ്പിടം, ആഡംബര വസ്തുക്കൾ ഇവയ്ക്കൊന്നും ആവശ്യക്കാരില്ലാതെ വരുന്നത് കൊണ്ട് ലോക വ്യാപാര വ്യവസ്ഥിതി അതിൻ്റെ അധോഗതിയിലേക്ക് കൂപ്പുകുത്തുന്നു. ഇന്ന്
വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് കാര്യങ്ങൾ അത് വളരെ വേഗത്തിൽ തന്നെ കൂപ്പുകുത്തും. വളരെയധികം സമയമൊന്നും വേണ്ട. 5 മാസം കൊണ്ട് മനുഷ്യൻ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ബിസിനസ് സമുച്ചയങ്ങൾ, വലിയ ആഡംബര ബിസിനസ്സുകളെല്ലാം നിശ്ചലമായി തീരുന്നത് ഈ 5 മാസം കൊണ്ടാണ്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. എന്തുകൊണ്ടാണ് എതിർ ക്രിസ്തു മർമ്മം മകതിയും ബാബിലോനോട് എതിർക്കുന്നതെന്ന കാരണം വരുമ്പോൾ ഈ പറയുന്ന കാരണം കൊണ്ടാണ്. ഇതിനെല്ലാം ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ദുഷ്ടന്മാരെ വിട്ട് 5 മാസക്കാലം മരണം മാറിപ്പോകുന്നതുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചാൽ പോലും അന്ന് അവർ മരിക്കത്തില്ല. അന്ന് മനുഷ്യൻ്റെ മുഖങ്ങളിൽ നിരാശ നിഴലാടും. 150 ദിവസം കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരുമ്പോൾ സ്വപ്നവേഗത്തിൽ മനുഷ്യർ വീണ്ടും പാപജീവിതത്തിലേക്ക് മാറിപ്പോകും. അതുവരെ അനുഭവിച്ച സകല വേദനകളും കേവലം സ്വപ്നവേഗത്തിൽ മനുഷ്യർ മറന്നു കളയുകയും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. താൽക്കാലികമാണ് മനുഷ്യൻ്റെ മരിക്കാനുള്ള ആഗ്രഹമൊക്കെ. അതങ്ങ് ആ ബാധ അങ്ങ് മാറിക്കഴിയും. പിന്നെ അങ്ങനെയല്ലേ, കോവിഡ് വന്നു, അത് മാറി, പിന്നീട് എല്ലാം ഓപ്പണായില്ലേ? അതെ, സജീവമായി. അപ്പോൾ ഏത് സമയത്താണോ ഒതുക്കിയത് ആ സമയത്ത് ഒതുങ്ങിയിരിക്കും. പിന്നീട് ആ വിഷയം മാറിക്കഴിയുമ്പോൾ പണ്ടത്തെല്ലാം അങ്ങ് മറക്കും. പിന്നീട് മനുഷ്യൻ ജീവിക്കാനുള്ള വ്യക്തിയിൽ ഓടിക്കൊണ്ടിരിക്കും. നല്ലതാ, ഈ ലോക ജീവിതത്തിന് വേണ്ടിയുള്ള ഓട്ടമല്ല ഇന്ന് രാത്രി ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്. മനുഷ്യ, നീ ലോക ജീവിതത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മറന്നു കളയരുതേ നിത്യജീവനെക്കുറിച്ചുള്ള, നിത്യവാസത്തെക്കുറിച്ചുള്ള. കഷ്ടങ്ങൾ വരും, നഷ്ടങ്ങൾ വരും, രോഗങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, ഇതെല്ലാം വരും. എന്നാൽ ഈ ലോക ജീവിതത്തിൽ ഇതെല്ലാം വന്ന് മാറിപ്പോകും. രോഗം വന്ന് മാറിപ്പോകും, മഹാവ്യാധികൾ വന്ന് മാറിപ്പോകും, കുറേ ആൾക്കാർ മരിച്ചു പോകും. പിന്നെയും ലോകം വീണ്ടും അതിലേക്ക് വരുമ്പോൾ ആ മനുഷ്യൻ വീണ്ടും പഴയതിനേക്കാൾ ഉപരിയായി വീണ്ടും ഇതിലേക്ക് അവൻ വ്യാപൃതരായിത്തീരുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ മറന്നു കളയരുത്, ഏത് കഷ്ടകാലത്തിലും നല്ല കാലത്തിലും ഏത് സമയത്തും നിത്യജീവനെ മുറുകെ പിടിച്ചോളണം. മറന്നു കളയരുത്. പ്രത്യാശ കൈവിട്ടു പോകരുത്. ദൈവഭക്തന്മാർ ഏത് സമയത്തും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ മനുഷ്യൻ ഈ ലോകത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അതുകൊണ്ടാണ് അവർ ആ ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ താളത്തിനൊത്തവണ്ണം അവരുടെ ജീവിതത്തെ മാറ്റുന്നത്. എന്നാൽ ലോകത്തിൻ്റെ താളത്തിനൊത്തവണ്ണം നൃത്തം ചെയ്യുന്നവരല്ല ഭക്തന്മാരായിട്ടുള്ളവർ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാടുണ്ട്. അത് ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ശിക്ഷതാവാം ദൈവത്തിങ്കിലേക്ക് നോക്കി നമ്മുടെ കണ്ണുകൾ ഉയരത്തിലേക്ക്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് ദൈവമക്കൾ. ഈ സൃഷ്ടികളെക്കുറിച്ച് അതിൻ്റെ വിവരണം തന്നിരിക്കുന്നത് എന്തായിരിക്കും അന്നത്തെ പ്രത്യേകത എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്, അതിൻ്റെ ഭീകരത വെളിപ്പെടുത്താനാണ്. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെ മുഖം മാനുഷ്യമുഖം പോലെയുമായിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിൻ്റെ പല്ല് പോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിൻ്റെ ഒച്ചയ്ക്ക് ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെ ആയിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിൽ ആയിരുന്നു. അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അപ്പത്തോൻ എന്നും യവന ഭാഷയിൽ അപ്പുല്ലുവൻ എന്നും പേർ. ഇതേക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. യോഹന്നാൻ ഇതെല്ലാം കണ്ടു. അഗാധകൂപം വന്ന് ഒരു ദൂതൻ തുറന്ന് അതിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യോഹന്നാൻ ദർശിക്കുകയാണ്. അതെല്ലാം കണ്ടിട്ട് അവൻ എഴുതുകയാണ്. അവന് പ്രത്യേകമായി ആത്മവിവശതയിൽ ഇതെല്ലാം കണ്ടിട്ട് രേഖപ്പെടുത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അവൻ കാണുമ്പോൾ വലിയ ഈ വിചിത്രമായിരിക്കുന്ന ജീവികൾ അഗാധകോപത്തിൽ നിന്ന് പുറപ്പെടുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സദൃശ്യത്തെക്കുറിച്ച് പറയുന്നത് യുദ്ധത്തിൽ ചമയിച്ച കുതിരയ്ക്ക് തുല്യമാണ്. തല പൊൻകിരീടം ഉള്ളതുപോലെയാണ്. മുഖം മനുഷ്യമുഖം ഉള്ള സമാനം. കവചം ഇരുമ്പ് കവചം പോലെയുള്ളതാണ്. പടക്കോടുന്ന അനേകം കുതിര തേരുകളുടെ ശബ്ദം അതിനുണ്ട്. തേളിനുള്ള ശക്തിയേറിയ വിഷമുള്ളതിനുണ്ട്. അപ്പോൾ ഇവ പൈശാചിക നിയന്ത്രണത്തിലല്ല, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അതുകൊണ്ട് ഈ പറയുന്ന ദൂതൻ
അവൻ്റെ പേര് നാശകൻ എന്നാണെങ്കിലും ദൈവം പറഞ്ഞു രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ ദൈവമാണ്. കൃപായുഗത്തിൽ ദൈവം രക്ഷിപ്പാൻ വേണ്ടി ദൈവം പരിശുദ്ധാത്മാവിനെ തന്ന് മാനസാന്തരത്തിന് യോഗ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ സമയത്ത് മനുഷ്യൻ മാനസാന്തരപ്പെടുകയില്ല എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അന്ന് ദൈവം നാശത്തിൻ്റെ ദൂതന്മാരെ അനർത്ഥ ഗണങ്ങൾ ദൈവത്തിനുണ്ട്. അനർത്ഥ ദൂതന്മാരുടെ ഗണങ്ങൾ ദൈവത്തിന് കൈവശമുണ്ട്. അവരെ ദൈവം അയക്കേണ്ട സമയത്ത് അയക്കും. അപ്പോൾ അതിൽ ഒരു കൂട്ടമാണ് ഈ പറഞ്ഞിരിക്കുന്ന വെട്ടിക്കിളിക്ക് സമാനമായിരിക്കുന്ന അഗാധകൂപത്തിൽ നിന്ന് പുറപ്പെടുന്ന യുദ്ധത്തിന് ചമയിച്ച കുതിരയെപ്പോലെ പൊൻകിരീടമുള്ള തലയുള്ളത്, മനുഷ്യമുഖം പോലെ മുഖമുള്ളത്, ഇരുമ്പ് കവചം പോലെ ബലമുള്ള പടക്കോടുന്ന കുതിരയ്ക്ക് തേരുകളുടെ ശബ്ദം പോലുള്ള തേളിൻ്റെ വാൽ പോലെ വിഷമുള്ള ജീവികളാണ് അന്ന് പുറപ്പെടുന്നത്. ഇരുമ്പ് കവചം പോലെ ഉള്ളതുകൊണ്ടാണ് ഇത് പറക്കുന്ന സമയത്ത് വലിയ ശബ്ദം കേൾക്കുവാനായിട്ട് പടക്കോടുന്ന അനേകം കുതിരത്തേരുകളുടേത് സംഭവിക്കും കേട്ടോ. നമുക്കറിയാമല്ലോ, വലിയ വെട്ടിക്കിളിക്കൂട്ടം ഒരുമിച്ച് പറഞ്ഞാൽ ശബ്ദം കേൾക്കും. അതെ, ഒരുമിച്ച് പറഞ്ഞാൽ ശബ്ദം കേൾക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇരുമ്പ് പോലെ ബലമുള്ള കവചമുള്ള ഇത് പറന്നു കഴിയുമ്പോൾ അതിൻ്റെ ശബ്ദം കൊണ്ട് ഭൂമി വല്ലാതെ പ്രകമ്പനം കൊള്ളും. ഒരു പ്ലെയിനൊക്കെ ലാൻഡ് ചെയ്യുമ്പം വിറയ്ക്കത്തില്ലേ, ദേശം വിറയ്ക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഭൂമി മുഴുവനും തേരോട്ടം ഓടുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന വെട്ടിക്കിളിക്ക് സമാനമായിരിക്കുന്ന വിചിത്ര ജീവികളെ ദൈവം നമ്മുടെ കാൽ കീഴെ ദൈവം അഗാധ കൂപത്തിൽ വെച്ചിട്ടുണ്ട്. മനുഷ്യ, നിന്റെ തലയ്ക്ക് മീതെ ദൈവം നിന്നെ നശിപ്പിക്കാനുള്ള ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭൂമിക്ക് കീഴെയും ദൈവത്തിന് ജീവികളുണ്ട്, ദൈവം സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം അഴിച്ചുപൊഴേണ്ട സമയത്ത് ദൈവം ഓരോന്നായിട്ട് ഭൂമിമേൽ ചെയ്യുക തന്നെ ചെയ്യും. ഭൂമിക്ക് കീഴെയുമുണ്ട്. നമ്മൾ തുറന്ന് പഠിക്കുമ്പോൾ ആകാശത്തിൽ ദൈവത്തിൻ്റെ പോരിൻ്റെ ആയുധങ്ങൾ വെച്ചിട്ടുണ്ടെന്നാണ് ഉയർത്തി വെച്ചതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളത്. പൈശാചിക നിയന്ത്രണത്തിൽ ഉള്ളതല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നത്, ഇത് നോവിക്കുന്നത് ദൈവത്തിന് മുദ്രയില്ലാത്തവരെയാണ്. ദൈവത്തിന് മുദ്രയുള്ളവരെ ഇത് തൊടത്തില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവത്തെ സേവിക്കുന്നവർക്കുണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഭൂമിക്ക് കീഴിൽ ദൈവത്തെ സ്തുതിക്കുന്നതും അവനെ അനുസരിക്കുന്നതും അനേക സൃഷ്ടികളുണ്ടെന്നുള്ളതിനാണ് ഇത് ഭൂമിക്ക് കീഴിലുള്ള സൃഷ്ടികളുള്ള ബന്ധത്തിൽ 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നതനുസരിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ ജീവികളും അതിന് ദൈവത്തെ അധീനതയുള്ളതാണ് എന്ന് വെളിപ്പെടുന്ന അവസ്ഥയിലാണ്. ഒന്നുകൂടി നമുക്കത് വ്യക്തമാക്കണം. കാരണം ഇത് ഈ അബദ്ധവൻ അല്ലെ അപ്പുല്ലുവൻ എന്ന് പറഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് നാശം എന്ന് പറയുമ്പോൾ എല്ലാം സാത്താനാണെന്ന് ചിന്തിക്കരുത്. അത് ദൈവത്തിൻ്റെതാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചില പോയിന്റുകളെ ഇവിടെ നമുക്ക് ചിന്തിക്കാൻ 6 കാര്യങ്ങളെ വെച്ച് ചിന്തിക്കുമ്പോൾ ദൈവ സൃഷ്ടികളാണ്, ദൈവത്തിന് അധീനതയുള്ളതാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ സാധിക്കും. ഒന്നാമത്തേത്, വിചിത്ര ജീവികളുടെ വിഷമുള്ള ഉപയോഗിച്ച് ഉപദ്രവിക്കുന്നത് ദൈവത്തിന് മുദ്രയില്ലാത്ത ദുഷ്ടന്മാരെയാണ്. അതിലൊന്നും ഇത് പൈശാചിക അധീനത ഉള്ളതല്ല, ദൈവത്തിന് നിയന്ത്രണത്തിലുള്ളതെന്ന് വ്യക്തത നൽകുന്നു. അത് വ്യക്തമാണല്ലോ, അത് വളരെ വ്യക്തമാണ്, നമുക്കത് മനസ്സിലാകും. രണ്ടാമത്തെ കാര്യം, ഭൂമി വെട്ടിക്കിളികൾക്ക് രാജാവില്ല എങ്കിലും അവ അണിയണിയായിട്ടാണ് പുറപ്പെടുന്നത്. സദൃശവാക്യങ്ങൾ 17 ഇവിടെ പ്രസ്താവിച്ച വെട്ടിക്കിളിക്ക് സമാനമായ ജീവികൾക്ക് അഗാധ ദൂതൻ രാജാവായിട്ടുണ്ട്. അപ്പോൾ അഗാധ ദൂതൻ എന്ന് പറയുമ്പോൾ അഗാധ കൂപത്തിൻ്റെ ദൂതൻ രാജാവായിട്ട് ദൈവം വെച്ചിട്ടുണ്ട്. അഗാധ ദൂതൻ ദുഷ്ടദൂതനല്ല, ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൈവദൂതനാണ്. ആരെങ്കിലും തെറ്റായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തണമേ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. അബദോൻ അഥവാ അപ്പുല്ലുവൻ എന്നാൽ നാശകൻ എന്നാണ് അർത്ഥം. പേരിൽ നാശകൻ എന്ന് അർത്ഥം വരുന്നതുകൊണ്ട് അവ സാധാരണീകരണത്തിൽ ഉൾപ്പെടുന്നവയല്ല. കർത്താവായ യേശു ക്രിസ്തു രക്ഷിപ്പാൻ ശക്തനായതുപോലെ നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ദുഷ്ടന്മാർ നശിപ്പാനായിട്ടാണ് വരുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് അനർത്ഥഗണത്തിലുള്ള ദൂതന്മാരെയും ഭൂമിയിലേക്ക് വിട്ടയക്കുന്നത്. നാശം നശിപ്പിക്കുക പറഞ്ഞാൽ അതിനെ സാധാരണ പറയരുത്. കർത്താവായ യേശു ക്രിസ്തു രക്ഷിപ്പാനും നശിപ്പാനും ശക്തനാണ്. രക്ഷിപ്പാൻ വേണ്ടി സേവകാത്മാക്കളായിരിക്കുന്ന ദൂതന്മാരെ ഉള്ളതുപോലെ തന്നെ ശ്രദ്ധിക്കണമേ, സേവകാത്മാക്കളായിരിക്കുന്ന ദൂതന്മാരെ
രക്ഷിക്കപ്പെടാനുള്ളവർക്ക് വേണ്ടി ദൈവം സേൽഭാഗാത്മാക്കളെ വെച്ചിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകുന്നവരെ ഉപദ്രവിക്കാൻ വേണ്ടി ദൈവം അനർത്ഥ ഗണത്തിൽപ്പെട്ട ദൂതന്മാരെയും ദൈവത്തിൻ്റെ ഗണത്തിലുണ്ട്. രക്ഷിക്കപ്പെടാനുള്ളവരുടെ സഹായത്തിന് വേണ്ടി സേവകാത്മാക്കളായിട്ടുള്ള ദൂതന്മാരെ ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഉള്ളതാണെങ്കിൽ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അന്ന് നാശത്തിൻ്റെതായിട്ടുള്ള ഉപദ്രവം ചെയ്യുന്നതായിട്ടുള്ള മനുഷ്യനെ ഉപദ്രവിക്കുന്ന ദൂതഗണങ്ങളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. അനന്തര ദൂതന്മാരുടെ വലിയ ഗണങ്ങൾ ദൈവിക അധീനതയിലുണ്ട്. അതൊരു ഗണത്തെ മാത്രമാണ് മിസ്രൈമിനെ 10 ബാധകൾ കൊണ്ട് ദൈവം സന്ദർശിപ്പുകൾ അയച്ചത്. സങ്കീർത്തനം 78:49 പറയുന്ന അനർത്ഥ ദൂതന്മാരുടെ വലിയ ഗണങ്ങൾ ദൈവത്തിനുണ്ട്. അത് ഒരു ഗണത്തെ മാത്രമാണ് മിസ്രൈമിലെ ബാധയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. സാത്താന് പുതിയതൊന്ന് തനതായി സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല. അവൻ സൃഷ്ടികളെ വശീകരിപ്പാനുള്ള താൽക്കാലിക ശക്തി മാത്രമേ ഉള്ളൂ. ദൈവം അയക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സൃഷ്ടികളെ പറഞ്ഞയക്കുവാൻ സാത്താന് കഴിയുകയില്ല. ഇവിടെയുള്ള തേനീച്ചകളെയോ കുതിരകളെയോ ആടുകളെയോ മൃഗങ്ങളെയോ ഒന്നും സാത്താന് വശീകരിച്ച് അവൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞു വിടാൻ കഴിയത്തില്ല. അത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. ഇതിൽ അഗാധകൂപത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവികൾ ദൈവത്തിൻ്റെ ദൂതഗണങ്ങളിൽ ഉൾപ്പെടുന്നതാകുന്നു. അതാണ് സംശയ കൂടാതെ തെളിയിക്കപ്പെടുന്ന വസ്തുത. ഞാൻ ഇത്രയും ഇത് പഠിപ്പിച്ചു പോയത് ഈ പേര് കേട്ടിട്ട് അബുദവൻ അപ്പുല്ലവൻ എന്ന് പറയുമ്പോൾ നശിപ്പിക്കുന്നതാണെന്ന് പറയുമ്പോൾ തന്നെ സാത്താൻ്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രവെച്ച് പലരും അതിനെ പഠിപ്പിക്കുന്നുകൊണ്ടാണ് അതങ്ങനെ അല്ല എന്നുള്ളത് വചനത്തിന് അടിസ്ഥാനത്തിൽ തെളിയിച്ചത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സമയത്ത് ചോദിക്കാമെന്നും ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തെ സ്വന്തം ഇസ്രായേലിൻ്റെ എബ്രായ ഭാഷയാണെങ്കിൽ രണ്ടാമത്തേത് ലോകഭാഷ എന്നറിയപ്പെടുന്ന പൊതുഭാഷയായിരിക്കും. അത് ജാതിയുടെ ഭാഷ എന്നർത്ഥം വരുന്ന യവന ഭാഷയാണ്. അപ്പോൾ 2 ഭാഷകളാണ് പ്രബലമായിട്ടുള്ളത്. ആ സമയത്ത് എബ്രായ ഭാഷയിലുള്ളത് ഉണ്ട്, ജസായജനത്തിലുള്ള ബന്ധത്തിൽ. അത് ദൈവത്തിന് മുദ്രയുള്ളവർ എബ്രായ ഭാഷയ്ക്ക് വേണ്ടി പ്രാധാന്യത്തെ കൊടുക്കും. ബാക്കിയുള്ള എല്ലാം ലോകഭാഷ ഏക ലോകഭാഷയിലേക്ക് പോകും. എബ്രായ, റോമ, യവന 3 ഭാഷകളായിരുന്നു യേശുവിനും ക്രൂശിനും മുകളിൽ എഴുതിയിരുന്നത്. ലോക സമ്പ്രദായത്തിലും മറ്റ് പഠന സംവിധാനങ്ങളും ഇല്ലാത്ത ഏകലോക പഠന സംവിധാനം ഏകഭാഷയിൽ നിലവിൽ വരുന്ന കാലത്തിലും ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ എബ്രായ ഭാഷയ്ക്ക് നീക്കം വരുന്നില്ല എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. മറ്റ് ഭാഷകളൊക്കെ മാറിപ്പോകുമ്പോഴും ദൈവത്തിൻ്റെ ജനമായിരിക്കും ഇസ്രായേലിൻ്റെ ഭാഷ മാറത്തില്ല. അതുകൊണ്ടാണ് എബ്രായ ഭാഷയിലും അതിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തെ അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന, ദൈവം കൊടുത്തിരിക്കുന്ന ഭാഷ സംസാരിക്കുന്ന, അതിനുവേണ്ടി മാത്രം നിൽക്കുന്ന ഒരു കൂട്ടം ജനം അന്ന് മുദ്രയിടപ്പെട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അതേക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഇവിടെ എബ്രായ ഭാഷയിലും അതിനെ യവന ഭാഷയിലും പറഞ്ഞിരിക്കുന്നത്. 2 ഭാഷകളായിരിക്കും അന്ന് ഉണ്ടായിരിക്കുന്നത്. ചുരുക്കമായി സംസാരിക്കുന്ന ഭാഷ എബ്രായ ഭാഷ യഹൂദിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ ലോക ജനത മുഴുവനും ഒരു ഭാഷ സംസാരിക്കും. നോഹയുടെ കാലം പോലെ അന്നൊരു ഭാഷ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഏകലോക ഭാഷാ സംവിധാനത്തിലേക്ക് ലോകം നീങ്ങും എന്നുള്ളതും ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 9-ാം അധ്യായം 12-ാം വായിക്കുമ്പോൾ കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കഷ്ടം 1 കഴിഞ്ഞു. എന്താണ് ഒന്നാമത്തെ കഷ്ടം എന്നുള്ളത് മനസ്സിലായല്ലോ. അഗാധകൂപത്തിൽ നിന്ന് ദൂതൻ തുറന്നു കഴിയുമ്പോൾ അവിടുന്ന് പുറപ്പെടുന്ന വെട്ടിക്കിളിക്ക് സമാനമായ വിചിത്ര ജീവികൾ, വാലിൽ തേളിൻ്റെ വിഷമുള്ളത്, പറന്ന് നടന്ന് ദൈവത്തിന് മുദ്രയില്ലാത്തതിനെ കുത്തുമ്പോൾ മരിക്കാൻ വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊള്ളും. അന്ന് 5 മാസം 150 ദിവസം മനുഷ്യന് മരിക്കാൻ കഴിയാത്ത, മരണം വിട്ടു മാറി നിൽക്കുന്ന ഒരവസ്ഥ വരുമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി തെളിവ് നൽകിയിരിക്കുന്നു. 5 മാസത്തെ ദണ്ഡനത്തിന് ശേഷമായി അഗാധകൂപത്തിൽ നിന്ന് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് അന്നത്തെ ദുഷ്ടന്മാർക്കുണ്ട്. 5 മാസം കഴിയുമ്പോൾ ദൈവകൽപ്പനയാൽ അഗാധദൂതൻ അവയെ മടക്കി അഗാധകൂപത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഒന്നാമത്തെ കഷ്ടം കഴിഞ്ഞു എന്നിവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ 5 മാസം പ്രവർത്തിപ്പാൻ അധികാരം കിട്ടിക്കഴിയുമ്പോൾ ഈ അഗാധദൂതൻ അതിന് നേതാവായിട്ടുള്ളത് കൊണ്ട് ആ ദൗത്യം പൂർത്തി കഴിയുമ്പോൾ ഈ പടയ്ക്ക് തുല്യമായിരിക്കുന്ന വിചിത്ര ജീവികളെ അഗാധകൂപത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നത് ഈ അഗാധദൂതനായിരിക്കും.
പ്രിയപ്പെട്ടവരെ, അന്ന് ഈ ജീവികളൊക്കെ ഒരു അഗാധ ദൂതൻ്റെ കൽപ്പനയാൽ, അവൻ്റെ ആജ്ഞയാൽ, ദൈവത്തിൻ്റെ ആജ്ഞ പ്രവർത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമെങ്കിൽ 5 മാസം കഴിയുമ്പോൾ ഇവയെല്ലാം വീണ്ടും മടങ്ങി അഗാധ കോപത്തിലേക്ക് പോയിത്തീരും എന്നുള്ളതാണ് ഒന്നാമത്തെ കഷ്ടം കഴിഞ്ഞു എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 6-ാമത്തെ ദൂതൻ്റെ കാഹളത്തിൽ സംഭവിക്കുന്നത് 2-ാമത്തെ കഷ്ടമാണ്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 9-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ ഈ പറയുന്ന വചനങ്ങൾ മനസ്സിലാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ കാഹളത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ വളരെ വേഗത്തിൽ മനസ്സിലാകാൻ സാധിക്കും. എന്നാൽ സങ്കീർണമായിരിക്കുന്ന രേഖപ്പെടുത്തിയ ഭാഗങ്ങളെക്കുറിച്ചുള്ള വിവർത്തനവും നമ്മൾ മനസ്സിലാക്കിയെടുക്കും. 3-ാമത്തെ കഷ്ടം എന്താണെന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കും. ഈ പറയുന്ന 5ഉം 6ഉം ഇതൊക്കെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്നത്. പിന്നെ ചില വിഷയങ്ങളുള്ള സങ്കീർണതകളെ മാറ്റാനാണ് ചിലപ്പോൾ സുദീർഘമായിട്ടുള്ള ചില തെളിവുകളെടുത്ത് നമ്മൾ പഠിച്ചു പോകുന്നത്. 6-ാമത്തെ ദൂതൻ ഓതി, അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട്, യൂഫ്രട്ടീസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 6-ാം ദൂതൻ കാഹളം ഊതുമ്പോൾ സ്വർഗത്തിലെ സ്വർണ്ണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം പുറപ്പെടുന്നതായിട്ടാണ് യോഹന്നാൻ കേൾക്കുന്നത്. അവൻ കേൾക്കുന്ന ശബ്ദം ദൈവത്തിൻ്റെ സൗരഭ്യവാസനയത്ത് എന്ന കുഞ്ഞാടാം ദൈവത്തിൻ്റെ ശബ്ദമാണ്. ധൂപപീഠം, സ്വർണ്ണപീഠത്തിൻ്റെ കൊമ്പുകളിൽ ഒരു ശബ്ദം പുറപ്പെടുന്നതാണ്. സ്വർണ്ണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നത് കുഞ്ഞാടാം ദൈവത്തിൻ്റെ ശബ്ദമാണ്. യൂഫ്രട്ടീസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുവാനുള്ള കൽപ്പനയാണ് 6-ാമത്തെ കാഹളമുള്ള ദൂതന് ലഭിക്കുന്നത്. അവരെ അഴിച്ചുവിടുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് എൻ്റെ 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചു വിട്ടു. അപ്പോൾ ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ച് വിട്ടു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ യൂഫ്രട്ടീസ് എന്ന നദി ഉണ്ട്, നമുക്കറിയാം. യൂഫ്രട്ടീസ് നദിയുണ്ട്. അതിൻ്റെ ആ യൂഫ്രട്ടീസ് മഹാ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന 4 ദൂതന്മാരുണ്ട്. അവരെ ദൈവം വെച്ചിരിക്കുന്നത് ഈ സമയത്തുള്ള ശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയാണ്. പിന്നെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചു വിട്ടു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഈ കാലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം 1/3 എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ 1/3 ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ 5 മാസം എന്ന് പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് നമുക്കിവിടെ കണക്ക് കൂട്ടി മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ അത് 5 മാസം എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ 42 മാസങ്ങളാണുള്ളത്. അതിൽ നിന്ന് 1/3 ഭാഗമാണ് 5/1. അപ്പോൾ 42 മാസത്തിൽ നിന്ന് ഏകദേശം 15 മാസം, 180 ദിവസം എന്ന് പറയുമ്പോൾ 5 മാസം. 5 മാസം എന്നുള്ളത് നമുക്ക് 42 മാസത്തിൽ നിന്ന് ഈ പറയുന്ന ദിവസങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ എത്ര മാസമാണ് അന്ന് ഈ ഭരണം നിലനിന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതേക്കുറിച്ചൊരു വിവർത്തനം ദൈവനിച്ചാൽ നാളെ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് സമയം പോയതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ 5-ാമത്തെ ദൂതൻ ഊതുന്ന സമയത്തെ കുറിച്ച് പറയുമ്പോൾ അന്ന് പറഞ്ഞിരിക്കുന്നത് 5 മാസത്തെക്കുറിച്ചുള്ള ഒരു സമയമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയെല്ലാം 1/3 എന്ന് പറയുമ്പോൾ ഈ 1/3 സമയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ കാലഘട്ടത്തെ നമുക്ക് ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കാലഘട്ടം ഉള്ളത് 5 മാസം എന്നുള്ളത് 180 ദിവസം എന്നുള്ളത്
മൂന്നിലൊന്ന് ഭാഗം ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 15 മാസം ആണ് പിന്നീട് ശേഷിക്കുന്നത്. അഥവാ 5-ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന സമയത്ത് 27 മാസത്തെ എതിർക്രിസ്തുവിൻ്റെ ഭരണമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. പിന്നീടുള്ള 1/3 ഭാഗമാണ് ഈ പറയുന്ന മരണം വിട്ട് മാറിപ്പോകുന്നത്. അതാണ് 1/3 5 മാസം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 5 മാസം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 15 മാസം കൂടി ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ 27-ാമത്തെ മാസത്തിലായിരിക്കും 5-ാമത്തെ ദൂതൻ ഊതുന്നത്. അതിൽ 5 മാസം കഴിയുമ്പോൾ 32 മാസം കഴിയുമ്പോഴാണ് 6-ാമത്തെ ദൂതൻ ഊതുന്നത്. ഞാൻ ഏകദേശം കണക്ക് പറയുന്നത്, അപ്പോൾ 32 മാസം കഴിഞ്ഞാൽ പിന്നീടുള്ളത് 10 മാസം മാത്രമാണ് ശേഷിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു കണക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് കണക്ക് കൂട്ടിയെടുത്തത്? അപ്പോൾ എല്ലാം 1/3 ഓരോ കാഹളത്തിൻ്റെ സമയം 1/3 വേണം പറഞ്ഞിരിക്കുന്നെങ്കിൽ, പിന്നീടുള്ള കാലത്തെക്കുറിച്ച് പറയുമ്പോഴും 1/3 കാലം എന്ന് പറയുമ്പോൾ 5 മാസം ആണ് 1/3 3/2 ഭാഗങ്ങൾ 10 കൂടി ആകുമ്പോൾ 3/3 എന്ന് പറയുമ്പോൾ 15 മാസമാണ്. അപ്പോൾ 15 മാസത്തിൻ്റെ 1/3 5 മാസം. ഈ 5 മാസമാണ് മരണം വിട്ടുമാറിപ്പോകുന്നത്. അതുകൊണ്ട് നമ്മൾ കാലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ 27 മാസം, 42 മാസത്തിലെ 27 മാസം കഴിയുമ്പോഴാണ് 5-ാമത്തെ കാഹളനാദം ഊതുന്നത്. അന്ന് 5 മാസത്തെ കഴിയുമ്പോൾ 32 മാസമാകുന്നു. 6-ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന സമയത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ പിന്നീട് ശേഷിച്ചിരിക്കുന്നത് 10 മാസം ആകുന്നു. ഇതാണ് കാലത്തെക്കുറിച്ചുള്ള പഠനം നമുക്ക് 5-ാമത്തെ ദൂതൻ കാഹളം ഊതുന്നുള്ള ബന്ധത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. 6-ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന സമയം എതിർക്രിസ്തുവിൻ്റെ ഭരണ സമയത്തിൻ്റെ 32-ാമത്തെ മാസമായിരിക്കും. 32-ാമത്തെ മാസമായിരിക്കും. ഏകദേശം ഒരു സമയം കൂടി മനസ്സിലാക്കിയെടുക്കുന്നത്, എത്ര സമയം കഴിഞ്ഞു. എതിർക്രിസ്തു 42 മാസമാണ്. അതിനകത്ത് 27 മാസം കഴിയുമ്പോഴാണ് 5-ാമത്തെ കാഹളം ഊതുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. ഞാൻ വേഗത്തിൽ പറയാം. 42 മാസം എന്നുള്ളതിൽ 5 മാസത്തിന് കണക്ക് പറയുമ്പോൾ 1/3 എന്നുള്ള കണക്കാണ് ഈ ദൂതൻ കാഹളം ഊതുന്നുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കാലത്തിൻ്റെ ശേഷിച്ചിരിക്കുന്ന 1/3 അഥവാ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ശേഷിച്ചിരിക്കുന്ന 1/3 ഭാഗമാണ് 5 മാസം. അപ്പം അങ്ങനെയാണെങ്കിൽ 15 മാസമാണ് പിന്നെ ഉള്ളത്. 27-ാമത്തെ മാസം ആയിരിക്കും, അഥവാ 2 വർഷവും 3 മാസവും കഴിയുമ്പോഴാണ് 5-ാമത്തെ ദൂതൻ ഊതുന്നത്. അത് കഴിയുമ്പോൾ 5 മാസവും 8 മാസവും കഴിയുമ്പോൾ ഈ പറയുന്ന 5 മാസം കഴിയുക 32 മാസങ്ങൾ കഴിയുമ്പോൾ 6-ാമത്തെ ദൂതൻ ഊതുന്നു. പിന്നെ ശേഷിച്ചിരിക്കുന്നത് 10 മാസമാണ് എതിർക്രിസ്തുവിൻ്റെ ഭരണം. ആ സമയത്തെക്കുറിച്ചാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 6-ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത് 2-ാമത്തെ കഷ്ടത എന്താണെന്നുള്ളത്, യൂഫ്രട്ടീസ് നദിയിൽ കരിയെ ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാർ മുഖാന്തരമായിട്ട്, അവയെ അഴിച്ചുവിടുന്ന മുഖാന്തരമായിട്ട് മനുഷ്യരിൽ 1/3 ചത്തുപോകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെന്താകുന്നു എന്നുള്ളത് ദൈവം വെച്ചാൽ അടുത്ത ആഴ്ചയിൽ കഥ വരാൻ താമസിച്ച് നമുക്ക് ചിന്തിക്കാം. രാത്രി കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കഥ നമ്മെ സഹായിക്കട്ടെ. ഈ പറയുന്ന വചനങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന് വചനത്തിൽ പതിക്കുന്ന വിഷയങ്ങളെ നാം വളരെയധികം ഗൗരവതയോടെ മനസ്സിലാക്കിയെടുക്കണമേ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. കഥാവിൻ്റെ വചനത്തിൽ പതിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം സംഭവിക്കുന്നതാണ്. അതിഭയാനകമായിരിക്കുന്ന ഒരവസ്ഥ ലോകത്തിൽ വരും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഭൂമിയിലുള്ള കടന്നലുകൾ കോപിച്ചു കഴിഞ്ഞാൽ അത് മുഖാന്തരമായിട്ട് ദൈവം ശത്രു സൈന്യത്തെ തോൽപ്പിച്ചിട്ടുണ്ട്, കടന്നലുകളെ അയച്ച് തോൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എതിർക്രിസ്തുവിൻ്റെ സമയത്ത് ദൈവം ഭൂമിക്ക് കീഴിൽ അഗാധകൂപത്തിൽ വെച്ചിരിക്കുന്ന വെട്ടിക്കിളിക്ക് സദൃശമായിരിക്കുന്ന വിചിത്ര ജീവികളെ 5 മാസത്തേക്ക് അഴിച്ചുവിടും. അതിൻ്റെ തലവനായിരിക്കും അബദോൻ അഥവാ അപ്പല്ലുവൻ എന്നവൻ. അത് മുഖാന്തരമായിട്ട് മനുഷ്യരിൽ ദൈവത്തിന് മുദ്രയില്ലാത്ത മനുഷ്യരെ 5 മാസം ദണ്ഡിപ്പിക്കും. മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കും. ആ സമയം 27 മാസത്തെ ഭരണത്തിൻ്റെ സമയത്താണ് ഈ പറയുന്ന 5-ാമത്തെ കാഹളം ഊതുന്നത്. 6-ാമത്തെ കാഹളം ഊതുന്ന സമയമാകുമ്പോൾ 32 മാസം എതിർക്രിസ്തുവിൻ്റെ ഭരണം കഴിഞ്ഞിരിക്കും. പിന്നെ ശേഷിച്ചിരിക്കുന്നത് 10 മാസമാകുന്നു എന്നുള്ളതാണ് ഇന്ന് രാത്രി നാം ചിന്തിച്ചത്. കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.